അന്തം സർവതോമുഖം നമാമിഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ. ജയ ജയ നരസിംഹ. ജയ് പ്രഹ്ലാദേശ. जय पद्ममुख मुख पद्मभृंगा भक्ति विनाश नरसिंह भगवान की जय. भक्त प्रहलाद महाराज की जय. गुरुदेव महाराज की जय. शिला प्रभात की जय. गौर प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സതി മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ ശോചേജി. ഹരേ കൃഷ്ണ അച്ഛ. ഉം, അച്ഛൻ എങ്ങനെയൊക്കെയുണ്ട് പ്രഭു? അച്ഛന് അച്ഛൻ്റെ ഇങ്ങനെ ചോദിച്ചോല് ഇരിക്കുന്നു. അച്ഛൻ സുഖമായിട്ടിരിക്കണു ഭഗവാന്റെ അതുകൊണ്ട് നമുക്ക് എത്ര സന്തോഷമായിട്ടിരിക്കുന്നു അച്ഛൻ. ദൈവമേ സത്യം. ഇനിയിപ്പോ ഒരു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാം മാറും അതൊക്കെ ഭഗവാന്റെ മതിയായിരുന്നു. അനുഗ്രഹം കൊണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അത് കാർത്തിക മാസമാണ്. ഇന്ന് കാർത്തിക മാസത്തിലെ രാമ ഏകാദശിയാണ്. അപ്പൊ എല്ലാവർക്കും രാമ ഏകാദശി ആശംസകൾ. എല്ലാവരും ഏകാദശി അനുഷ്ഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാര്യം ഞാനും ഉണ്ട് എന്ന് പറയാം. പക്ഷേ എന്താ പറയുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഉറക്കം ഇങ്ങനെ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കപ്പ കഴിച്ചു. കപ്പ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തന്നെ അറിയുന്നില്ല. ഞാൻ നാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് ഉറങ്ങിയൊക്കെ പോയി. അറിഞ്ഞില്ല. കൺട്രോളൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതിയിലാണ് പോകുന്നത്. അപ്പം ആരെങ്കിലും ഞാൻ ഉറങ്ങി തന്നെ ഒന്ന് വിളിച്ചുണർത്തിയേക്കണം. അപ്പം അങ്ങനെയാണ് അതാണ് ഏകാദശിയുടെ അന്ന് മായ നമ്മളെ ഭയങ്കരമായിട്ട്, മായയെക്കാളും കൂടുതൽ നിദ്രാദേവി നമ്മളെ ഭയങ്കരമായിട്ട് പ്രേമിച്ച് സ്നേഹിച്ചങ്ങ് കൊല്ലും. അപ്പം നമ്മൾ ആ സ്നേഹത്തിൽ അങ്ങ് വീണ് പോകും. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മനുഷ്യരല്ലേ. ഭഗവാന്റെ പാർഷദന്മാരോ ദൈവങ്ങളോ ഒന്നും അല്ലല്ലോ. അത് കാരണം അങ്ങനെ. അപ്പം നമ്മൾ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം എടുക്കാനായിട്ടാണ് ഇരിക്കുന്ന. കാര്യം കാർത്തിക മാസം ആയതുകൊണ്ട്, പിന്നെ ചിലപ്പോൾ ഒരു പക്ഷെ അടുത്ത ആഴ്ചയിൽ ഞാൻ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ, യാത്രയിലാണോ എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ പകരം ആളെ ഏൽപ്പിക്കുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയുള്ള ദിവസങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗോപികാഗീതം നമുക്ക് കുറച്ച് ലൈൻസ് ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഗോപികാഗീതം എടുക്കാനായിട്ടുള്ള യാതൊരു യോഗ്യതകളും എനിക്കില്ല. അപ്പോൾ അതിന് എടുക്കാനായിട്ട് എനിക്കൊരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇത് എന്താ പറഞ്ഞ വൃന്ദാവനത്തിലെ മണ്ണാണ്. ഗോപികമാരൊക്കെ ചവിട്ടി അതിപാവനമായ മണ്ണ്. ഞാനതൊന്ന് എൻ്റെ നെറുകയിൽ ധരിക്കാൻ പോവുകയാണ്. അപ്പം അതിനുശേഷം ഈ ഒരു പാദധൂളിയുടെ ആ ഒരു കൃപയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനായിട്ട് സാധിച്ചെങ്കിൽ അത് ഗോപികമാരുടെ ആ ഒരു പരമഭക്തി കൊണ്ട് തന്നെയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഗോപികാഗീതം ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലാണ് പറയുന്നത്. ദശമസ്കന്ധം എന്ന് പറയുന്നതിന് ഭഗവാന്റെ തിരുമുഖമാണ്. ആ തിരുമുഖത്തിൽ ഭഗവാന്റെ അധരവും അതുപോലെ തന്നെ ഭഗവാന്റെ നയനവും ആണ് ഏറ്റവും മനോഹരം. ഭഗവാന്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം തന്നെ ഒന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല. എങ്കിലും ആ തിരുമുഖത്തിൽ നമ്മൾ ആ അധരശോഭ, ഭഗവാന്റെ അധരം മധുരം വദനം മധുരം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. മധുരാധിപരെ ഇത് അഖിലം മധുരം. ആ ഭഗവാന്റെ തിരുമുഖത്ത് അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ല ഇങ്ങനെ താമരപ്പൂ ഇതള് പോലെ ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്. താമരപ്പൂവിന് ഇങ്ങനെയാണ് ഭംഗി കിട്ടിയത്. ഭഗവാന്റെ നയനത്തിന്റെ ആ രൂപം ഇതിനുള്ളത് കൊണ്ട് ആ ഭംഗി കിട്ടി. അല്ലാതെ താമരപ്പൂവിന്റെ ഭംഗി ഭഗവാന് കിട്ടിയതല്ല. ഭഗവാന്റെ ഭംഗി താമരപ്പൂ കടമെടുത്തതാണ്, അല്ലേ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ കരുതാനായിട്ടും പറയാനായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുമുഖവും ദശമസ്കന്ധം ഭാഗവതത്തിന്
12 അംഗങ്ങളാണുള്ളത്, 12 സ്കന്ധങ്ങൾ. 12 സ്കന്ധങ്ങളും ഭഗവാന്റെ പാദം മുതൽ 1-ാം സ്കന്ധം മുതൽ തുടങ്ങി ദശമസ്കന്ധം എത്തുമ്പോഴത്തേക്കിനും ഭഗവാന്റെ തിരുമുഖമാണ്. ആ ദശമസ്കന്ധത്തിലാണ് ഭഗവാന്റെ ലീലകളെല്ലാം വർണ്ണിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ രാസലീല. ഇപ്പൊ രാസലീല എന്ന് നമ്മൾ പറയുമ്പോൾ കലിയുഗത്തിലെ നമ്മളുടെ ജീവാത്മാക്കളൊക്കെ തന്നെ രാസലീല വളരെ ഒരു തമാശായിട്ടും അതുപോലെ തന്നെ വളരെ സിനിമയിലും സാഹിത്യകാരന്മാർ, കേരളത്തിലെ പ്രത്യേകിച്ച് സാഹിത്യകാരന്മാരും ഒക്കെ ചിന്തകന്മാരും ഒക്കെ അങ്ങ് എഴുതി വികൃതമാക്കി, അല്ലെങ്കിൽ നമ്മുടെ MDയെ പോലെയോ സുമാർ അഴീക്കോടോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സാഹിത്യകാരന്മാരൊക്കെ എഴുതി വികൃതമാക്കി കളഞ്ഞ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഭഗവാനോടുള്ള ഭക്തി തന്നെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവരുടെയൊക്കെ പ്രഭാവം അത് അങ്ങനെയുള്ള കുറേ സിനിമകൾ. പിന്നെ ആരെങ്കിലും 2-3 സ്ത്രീകളുമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ കൂടി അത് ഇത് കൃഷ്ണനാണ്, ഇവൻ കൃഷ്ണനാണെന്ന് പറയും. ഇവനൊരു കൊച്ചു കൃഷ്ണനാണ് എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മളത് കേട്ട് വളർന്ന് നമ്മളും അങ്ങനെ തന്നെയായി. ഇവന് കൃഷ്ണന്റെ സ്വഭാവമുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു വന്നത് കൊണ്ട് നമുക്ക് ഇപ്പോഴും ഈ രാസലീല നമുക്ക് പ്രഭു എന്താണ് പ്രഭു ഇവിടൊക്കെ കളിയാക്കി പറയുന്നത് എന്നാന്നറിയോ? കിട്ട്ണൻ കിട്ട്ണൻ എന്നാ പറയുന്നത്. അപ്പൊ അവനൊരു കിട്ട്ണനാന്ന് പറയും. അത്രയും കളിയാക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ രാസലീല ഉൾക്കൊള്ളാനോ അതിൻ്റെ ഒരു രസം എന്താണെന്ന് നുകരാനോ പറ്റുന്നില്ല. രാസലീല എന്ന് പറഞ്ഞാൽ ആ ഒരു രസം ഇങ്ങനെ അധികമായിട്ട് രസതന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ആ രസം നുകരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. രാസലീലയിൽ കയറാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ആർക്കും പ്രവേശനം കിട്ടിയില്ല. രാസലീലയിൽ കയറാനും രാസലീല നമുക്ക് രാസലീല നമ്മുടെ ഹൃദയത്തിൽ സ്മരിക്കാനും കൂടി നമുക്കൊരു യോഗം വേണം, അത് പറയാനും കേൾക്കാനും ഒക്കെ തന്നെ. കാര്യം അത്രയ്ക്ക് ടോപ്പ് മോസ്റ്റ് ലീലയാണ് രാസലീല. അത് സാധാരണ ജനങ്ങൾക്കോ സാധാരണക്കാർക്കോ ഈ പറയുന്ന എനിക്കോ ഒന്നും തന്നെ അത് പറയാനുള്ള യോഗ്യതയുമില്ല, അത് പറയാനുള്ള അധികാരവും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ, അങ്ങനെയെങ്കിലും ഭഗവാന്റെ അധറാണിയും നമ്മളിൽ ഒന്ന് ദർശനം തരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടു, ഭഗവാൻ ഏകദേശം ഒരു 11 വയസ്സ് കഴിഞ്ഞ സമയത്താണ് അവിടെ നിന്ന് മധുരയിൽ നിന്ന് വൃന്ദാവനത്തിൽ നിന്ന് അക്രൂരർ വന്ന് മധുരയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം അതിനു മുൻപേ ഭഗവാന് എന്ത് ചെയ്യണം? ഭഗവാൻ ഈ വ്രജയിലുള്ള ഈ ഗോപികമാർക്ക് പരമഭക്തി കൊടുക്കണം. കാര്യം അവര് എന്താണ്, നമ്മളെപ്പോലെ എഡ്യൂക്കേറ്റഡ് അല്ല. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി നമ്മളെപ്പോലെ ഓഫീസിൽ വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരല്ല. അവർ പശുവിനെ വളർത്തൽ, പാല് കറന്ന് വെണ്ണ ഒക്കെ ഉണ്ടാക്കി അവർ എല്ലായിടത്തും വിൽപ്പനയൊക്കെ നടത്തി. അതുപോലെ അവർക്ക് ഭർത്താക്കന്മാരുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ കാര്യം നോക്കണം. അങ്ങനെ പലതരത്തിലുള്ള ഗോപികമാരുണ്ട്, വിവാഹം കഴിച്ചവരും അല്ലാത്തവരും, അങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ഗോപികമാരുണ്ട്. അപ്പോൾ ഈ ഗോപികമാര് ഭഗവാൻ സാധാരണ എന്ത് ചെയ്യും? ഈ ഗോപികമാരെയും പശുക്കളെയും അതുപോലെ തന്നെ ഈ മറ്റുള്ള മൃഗങ്ങളെയും ഗോപപാലന്മാരെയൊക്കെ വിളിക്കാനായിട്ട് ഭഗവാന്റെ വംശി, വേണു, അതുപോലെ തന്നെ മുരളി എന്നൊക്കെ പറഞ്ഞ 3 ഓടക്കുഴലുകളുണ്ട്. ഇതിന് ഓരോന്നിനും ദ്വാരങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതിൽ പ്രത്യേകിച്ച് വംശിക്ക് 9 ചിലതിന് 6 ഉണ്ട്, ചിലതിന് 7 ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന 9 ദ്വാരങ്ങളുള്ള ഈ 9 ദ്വാരങ്ങളുള്ള വംശി എന്ന് പറഞ്ഞ് നമ്മളുടെ ശരീരത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം ഈ 9 ദ്വാരങ്ങളുള്ള വംശി, ആ ഒരു പുല്ലാങ്കുഴല് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ 9 ദ്വാരങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ ശരീരത്തിൽ 9 ദ്വാരങ്ങളുണ്ട്. പക്ഷേ ഈ വംശിയുടെ ഉള്ള് എന്താണ്? പൊള്ളയാണ്, അല്ലേ? ഇതിൻ്റെ അകത്ത് ഈ സ്വരം മുഴുവനും വരണമെങ്കിൽ എന്താണ്? അത് പൊള്ളയാക്കണം. ഇത്രയും മധുരമായിട്ടുള്ള പശുക്കളൊക്കെ എന്താണ്? അവിടെ സ്തബ്ധമായിട്ട് നിന്നു. മൃഗങ്ങളൊക്കെ, ക്രൂര മൃഗങ്ങൾ, വേട്ടയാടുന്ന മൃഗങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഇത് കേട്ടിട്ട് അങ്ങ് സ്തബ്ധമായിട്ട് അങ്ങ് നിന്നു പോവാണ്. പശുക്കള് പാലങ്ങ് തനിയെ ചുരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൃക്ഷലതാദികളൊക്കെ എങ്ങനെയാണ്? അത് കൊമ്പെല്ലാം ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ വരുന്നു. അതുപോലെ പഴങ്ങളിൽ നിന്നെല്ലാം അതിൻ്റെ അകത്തെ തേനിങ്ങനെ ഊറി വരുന്നു ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ. അത്രയ്ക്കും മധുരമാണ്, അല്ലേ? അപ്പം ഈ മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ വംശിക്കകത്ത് എന്താണ്
ആ വംശിക്കകത്തെ കഴമ്പ് കളയണം അല്ലേ? ആ വംശി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ കഴമ്പ്, അതായത് ആ മുളന്തണ്ടിന്റെ ഉള്ളിലത്തെ സാധനം കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളെന്താണ് ശുദ്ധീകരിച്ച് അവിടെ എം ടി ആക്കണം. അത് ഹോളോ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റുമോ? നമ്മളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. അവിടെ എന്ത് ചെയ്യണം? അവിടെ ശൂന്യമാക്കിയിടണം. എന്നിട്ട് അവിടെ എന്തിനെ പരമാത്മാവ് എന്നിട്ട് എന്ത് ചെയ്യണം? ജീവവായു നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഒരവസ്ഥ ഏതാണ്? ഈ നവദ്വാരങ്ങളിൽ കൂടെയാണ് നമ്മുടെ ആത്മാവ് പോകുന്നതും അതുപോലെ തന്നെ ആത്മാവ് വന്ന് കയറുന്നതും അല്ലേ? അപ്പൊ അങ്ങനെ ഈ ഭഗവാൻ, പരമാത്മാവായ ഭഗവാൻ ഈ വംശി വായിച്ചിട്ട് ആ വംശിയിൽ കൂടെ എന്താണ് ആ, നമ്മളുടെ ജീവവായു പ്രാണൻ നിറയ്ക്കുവാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ വംശി ഭഗവാൻ അവിടെ ഇരുന്ന് വായിക്കുന്ന ഒരു ദിവസം ഈ ഈ ദാമോദര മാസം അല്ലെങ്കിൽ കാർത്തിക മാസമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ്. അന്നത്തെ ശരത്കാല പൂർണിമ. ശരത്കാല പൂർണിമയുടെ അന്ന്. ഇന്ന് പൂർണിമയാണോ? അല്ലല്ലോ, ഇന്ന് ഏകാദശി ആയുള്ളൂ. ഇനിയിപ്പോൾ പൂർണിമ ആകുന്നുണ്ട്. അപ്പം ഈ ശരത്കാല പൂർണിമയുടെ അന്ന് ഭഗവാൻ ഈ വാവല്ലേ പ്രഭു വരുന്ന ദീപാവലിക്ക് വാവല്ലേ വരെ കറുത്ത വാവ്? ദീപാവലിക്ക് കർത്തവായിരിക്കും. ശരത്കാല പൂർണിമ, അതായത് പൗർണമിയുടെ അന്ന്. അന്നത്തെ ദിവസം ഭഗവാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ഭഗവാന്റെ വംശി അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അന്ന് ഗോപന്മാരെ അല്ല വിളിച്ചത്, അതുപോലെ തന്നെ എന്താണ് പശുക്കളെ അല്ല വിളിച്ചത്, മറ്റുള്ള മൃഗങ്ങളെ അല്ല വിളിച്ചത്, ആരെയല്ല വിളിച്ചത്. അന്നത്തെ അതിന്റെ ടൂൺ ആരെ വിളിച്ചത്? ഗോപികമാരെ. അപ്പൊ ഈ ഗോപികമാരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവരുടെ വീട്ടിലെ കുട്ടികളെ അവർക്ക് രാത്രിയായി, ശരത്കാല പൂർണിമ ഏകദേശം അർദ്ധരാത്രി ആകാറായി. അപ്പൊ ഈ സമയത്ത് അവർ ചിലർ ഉറങ്ങി, ചിലർ എന്ത് സാരിതേ ഇങ്ങനെ എടുത്ത് ഇവിടം വരെ എടുത്തു, ചിലർ ഒരു കാതിൽ കമ്മലിട്ടു, ചിലർ വളയിട്ടു, ചിലർ അതിട്ടില്ല. അപ്പം അവർ ഏത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിൽ അവർ സർവ്വതും മറന്ന്, അവരുടെ പാല് കുടിക്കാൻ കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ചിനെ പോലും മറന്നിട്ട് അവര് ഇറങ്ങിയ ഒരു ഓട്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഓടി അവർ ഭഗവാന്റെ അടുത്തെത്തി അവരെല്ലാം ഇത് കേട്ട് നിന്നു. അവരിങ്ങനെ സ്തബ്ധരായിട്ട് കേട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ വായനയൊക്കെ നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന്. അപ്പോഴത്തേനും ഗോപിമാരിങ്ങനെ അന്തിച്ച് ഇവരിൽ ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ വിളിച്ചത്? നീ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് എന്ന് പറയും. ഞാൻ നിങ്ങളെ അല്ല വിളിച്ചത്, ഞാൻ ഇവിടെ ഇരുന്ന് ഇത് വായിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തിനാ വന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നീ ഒന്നും അറിയാതെ പോലെ സംസാരിക്കുകയാണോ എന്ന് പറഞ്ഞ് അവര് തമ്മിലൊരു തർക്കമുണ്ടായി. അങ്ങനെ തർക്കമുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭഗവാൻ പറയുന്നു, നിങ്ങളിൽ എന്താണ് ഈ ഞാനൊരു 11 വയസ്സായേ ഉള്ളെങ്കിലും ഞാനൊരു പുരുഷനല്ലേ? അപ്പൊ ഒരു പുരുഷൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ വരാൻ പാടുണ്ടോ? അതും രാത്രിയിൽ. അതും സ്ത്രീ എന്താണ് നിങ്ങൾ പല പല ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്, അങ്ങനെ ഒരു കുടുംബസ്ഥരാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ വരാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗോപികമാര് ഭഗവാനെ അങ്ങോട്ട് ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. അപ്പം എല്ലാത്തിലും ഉപരി എന്താണ്? സാക്ഷാൽ ഭഗവാനാണ്. അപ്പം ഇതിനെല്ലാം ഉപരി ഇതെല്ലാം ആരാണ് ചെയ്തു തന്നത്? ഭഗവാനാണ്. അപ്പൊ ഈ ഭഗവാൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എത്തണ്ടേ? നമ്മൾ ഈ ശരീരമാണോ അല്ല ആത്മാവാണ് എന്നൊക്കെയുള്ള തത്വങ്ങളെല്ലാം ഗോപികമാര് ഭഗവാനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഭഗവാന് ചിരി വന്നു. കാര്യം ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകള് അവിടെ നിന്ന് അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തോന്നി അവരോട്, ഭഗവാന് ദയവ് തോന്നി, ഇത്രയൊക്കെ പഠിച്ചല്ലോ, തത്വശാസ്ത്രമൊക്കെ പഠിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ രാസം ആടിയാലോ എന്ന് തോന്നി. അപ്പൊ പറഞ്ഞു, നമുക്കിനി നൃത്തം ചെയ്യാം, എല്ലാവർക്കും കൂടെ നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവരുടെ കൂടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ ആ നൃത്തത്തിൽ അങ്ങ് മതിമറന്ന് എത്ര നാള് നൃത്തം ചെയ്തെന്ന് അറിയില്ല. അപ്പൊ ഭഗവാൻ ഈ പല ക്വാണ്ടിറ്റി പറയുന്നുണ്ട് ഗോപികമാരുടെ. ചിലർ 9 ലക്ഷം ഗോപികമാരെന്ന് പറയുന്നുണ്ട്. പിന്നെ 80 ലക്ഷം എന്നും ഇന്ന് ഞാനൊരു ലെക്ചർ കേട്ടപ്പോഴത്തേന് അതിനകത്ത് പറയുന്നത് കേട്ടു 80 ലക്ഷം എന്നും അങ്ങനെ അങ്ങോട്ട് ഒരു ക്വാണ്ടിറ്റി പറയുന്നത് കേട്ടു. അപ്പൊ എനിക്കത് കൃത്യം അറിയത്തില്ല. അത്രയും ഗോപികമാരുടെ കൂടെ ഭഗവാൻ അത്രയും ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഓരോ ഗോപികമാർക്കും ഓരോ കൃഷ്ണൻ. അങ്ങനെ ആ നൃത്തം. അപ്പം മഹാദേവൻ കയറാനായിട്ട് നോക്കി. അപ്പൊ ലളിതാ വിശാഖ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു മഹാദേവനെ. കാവൽക്കാരനായിട്ട് അവിടെ നിന്നു, ഇങ്ങോട്ട് കയറണ്ട.
മഹാദേവൻ ഭഗവാന്റെ പരമഭക്തനാണ്. പക്ഷെ മഹാദേവന് പ്രവേശനം കിട്ടിയില്ല. പക്ഷെ ചില കഥകളിലൊക്കെ മഹാദേവൻ ഗോപികയായിട്ട് വന്ന്, നീ അങ്ങനെയാണെങ്കിൽ സ്ത്രീവേഷം കെട്ടി ഗോപികയായിട്ട് വരൂ, ശരിക്കും ഗോപികയുടെ ഭാവത്തിൽ വരൂ, രാസലീല ആടാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവനും ഗോപികയായിട്ട് വന്നു എന്ന് ചില കഥകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവി വന്നു. ലക്ഷ്മി ദേവിക്ക് രാസലീലയിൽ പ്രവേശനം ഉണ്ടായില്ല. കാര്യം ലക്ഷ്മി ദേവി എന്താണ് ഭഗവാന്റെ എന്നേക്കുമായിട്ടുള്ള പത്നിയാണ് അല്ലേ. എന്നിട്ടും ലക്ഷ്മി ദേവിക്ക് ലക്ഷ്മി ദേവിയുടെ ഭാവം എന്താണ്? ഐശ്വര്യത്തിന്റെ ഭാവമാണ് അല്ലേ, ഗോപികയുടെ ഭാവമല്ല. ഐശ്വര്യ ഭാവമായതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് പ്രവേശനം ഇപ്പോഴും രാസലീലയിൽ ലക്ഷ്മി ദേവിക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. ലക്ഷ്മി ദേവി ഇപ്പോഴും വൃന്ദാവനത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഇരുന്ന് തപസ് ചെയ്യുവാണ്. ലക്ഷ്മി ദേവി ഇരുന്ന് തപസ് ചെയ്യുന്ന ക്ഷേത്രമുണ്ട്. അവിടെ ചെന്ന് നമ്മളെ അവിടുത്തെ പൂജാരി നമ്മൾക്ക് ഈ കഥ പറഞ്ഞു തരും അവിടെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ലക്ഷ്മി ദേവി ഇപ്പോഴും അവിടെ ഇരുന്ന് രാസലീലയിൽ പ്രവേശനം കിട്ടാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ രാസലീല അങ്ങ് നടന്നു. രാസലീല നടന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ചന്ദ്രൻ ഇത് കണ്ട് എന്താണ് അങ്ങ് സ്റ്റക്കായി നിന്നു പോയി. സകല ദേവീദേവന്മാര് നിന്നു. ആ അമ്പലത്തിന്റെ പേരെന്താണ്? അമ്പലത്തിന്റെ പേര് ഓർക്കുന്നില്ല മാതാജി, ഞാൻ എഴുതിയിട്ടില്ല, അത് കാരണം ഓർമ്മയില്ല. ഇപ്പോഴും അവിടെ വ്രജയിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജാരി കഥ പറയുന്നു എന്ന് ഞാൻ കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട ലെക്ചറാണ്. എനിക്ക് മറവി ഭയങ്കര കൂടുതലായതുകൊണ്ട് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഈ രാസലീല എത്ര കാലം നിന്നു എന്ന് ആർക്കും അറിയില്ല. കാര്യം എന്താണ്, ചന്ദ്രൻ നിന്നുപോയി, സകല പ്രപഞ്ചങ്ങളും നിലച്ചു പോയി. അതായത് കാലം കറങ്ങാതായി. കാലചക്രം കറങ്ങിയാലേ ഉള്ളൂ സമയം ഉണ്ടാവുള്ളൂ. സമയം എന്ന് പറഞ്ഞത് അങ്ങ് നിന്നുപോയി. അപ്പൊ ഭഗവാൻ തോന്നി ഈ ലീല അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്താണ്, മുന്നോട്ട് ജീവജാലങ്ങൾക്ക് അവരുടെ കർമ്മങ്ങളും പ്രവൃത്തികളും ഒക്കെ ചെയ്തിട്ട് അവരുടേതായ രീതിയിൽ വൈകുണ്ഠത്തിലേക്ക് പോരണ്ടേ. അപ്പോൾ ഭഗവാൻ എന്ത് വിചാരിച്ചു, ഇത് നിർത്തിയേക്കാമെന്ന് വിചാരിച്ച് ഭഗവാൻ കാലചക്രത്തിന്റെ ഗതി, സ്റ്റക്കായി നിന്ന കാലചക്രത്തെ ഭഗവാൻ തിരിക്കാനായിട്ട് ആജ്ഞാപിച്ചു. അങ്ങനെ കാലചക്രം കറങ്ങാൻ തുടങ്ങി. ഈ രാസലീല അവസാനിപ്പിക്കണമെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്തു, ഈ ഗോപികമാർക്ക് അഹങ്കാരം കൊടുത്തു. ഗോപികമാർക്ക് അഹങ്കാരം മനസ്സിലേക്ക് വന്നപ്പോൾ എന്താണ്, ഗോപിമാര് ചിന്തിച്ചു, ഈ കൃഷ്ണൻ എൻ്റെ കൂടെയല്ലേ, അപ്പൊ എൻ്റെ സ്വന്തം, കൃഷ്ണൻ എൻ്റെ സ്വന്തം എന്ന് ഓരോ ഗോപിമാരും വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അഹങ്കാരം എന്നുള്ള മുദ്ര കുത്തിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ഈ എല്ലാ ഗോപിമാരിൽ നിന്നും പിൻവലിഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, രാധാറാണിയുടെ കൂടെ ഭഗവാൻ കുറേ ദൂരം പോയി. അപ്പൊ രാധാറാണി വിചാരിച്ചു, ഇത്രയും ഗോപികമാരെ കൈവിടിഞ്ഞിട്ട് ഭഗവാൻ എൻ്റെ കൂടെ വന്നല്ലോ എന്ന് രാധാറാണിക്ക് ഒരു അഹങ്കാരം ഉണ്ടായി. അപ്പൊ ആ അഹങ്കാരം ഉണ്ടായ സമയത്ത് രാധാറാണിയിൽ നിന്നും ഭഗവാൻ അവിടുന്ന് അങ്ങ് പോകുന്നു. അപ്പൊ അങ്ങനെ ഈ ഗോപികമാര് എന്ത് ചെയ്യുവാണ്, അവിടെ ഓടി നടന്ന് അവിടുത്തെ മണൽത്തരികളിലൂടെ, ഈ മണൽത്തരിയിലല്ലേ ഈ ഗോപാലന്റെ കാൽപാദങ്ങൾ ഇവിടുന്ന്, ആ മണൽത്തരി എടുത്ത് ധരിച്ചു, അവൻ എന്തിന് ഞങ്ങളെ പിരിഞ്ഞു പോയി. എന്നിട്ട് ഗോപികമാരെല്ലാവരും കരയാൻ തുടങ്ങി. എന്നിട്ട് വൃക്ഷങ്ങളിൽ ചെന്ന് കുലുക്കുന്നു. അതായത് വൃക്ഷങ്ങളുടെ ശാഖകളൊക്കെ ഇങ്ങനെ താന്നിരിക്കുന്ന കാരണം തീർച്ചയായിട്ടും ഈ ഗോപപാലൻ ഇതിലിരുന്ന് കാണും, അല്ലെങ്കിൽ വൃക്ഷങ്ങള് എന്തായി താന്നു കൊടുക്കില്ല. അപ്പം അല്ലയോ വൃക്ഷങ്ങളെ, അല്ലയോ കദംബവൃക്ഷമേ, എൻ്റെ ഗോപകുമാരൻ എവിടെ പോയി? അത് കഴിഞ്ഞിട്ട് പുഷ്പങ്ങളെ, നീ തീർച്ചയായിട്ടും നീ അദ്ദേഹത്തിന്റെ വനമാലയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും വിടർന്ന് ഭംഗിയായിട്ടിരുന്നു. നീ പുഷ്പിക്കാത്ത വൃക്ഷങ്ങൾ പോലും പുഷ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗോപകുമാരൻ ഇതുവഴി കടന്നു പോയിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഓരോ ഗോപികമാരും ഈ മരങ്ങളോടും അതുപോലെ തന്നെ ഈ ഒരു മാൻപേടെ കണ്ടപ്പോൾ ചോദിച്ചു, നീ തീർച്ചയായിട്ടും ഭഗവാന്റെ വേണുഗാനം ആസ്വദിച്ച് നീ നൃത്തം ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് നീ പറയൂ, നമ്മുടെ ഗോപകുമാരൻ എവിടെ പോയി? അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വീണ്ടും നടക്കുന്നു. വീണ്ടും നടന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു പശുക്കിടാവിനെ കാണുന്നു. ആ പശുക്കിടാവിനോടും ചോദിച്ചു, ഞങ്ങളുടെ ഗോപകുമാരൻ എവിടെ പോയി, ഞങ്ങളുടെ കൃഷ്ണൻ എവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞപ്പോൾ 4 കാൽപാദം കണ്ടു. അപ്പോൾ മനസ്സിലായി ഈ കൃഷ്ണന്റെ കൂടെ ഒരു ഗോപികയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അന്വേഷിച്ച് നടന്നു നോക്കിയപ്പോൾ അത് രാധാറാണിയാണെന്ന് മനസ്സിലായി. നോക്കിയപ്പോൾ രാധാറാണി അവിടെ ഇരുന്ന് കരയുന്നു. അപ്പോൾ എന്തിയെ കൃഷ്ണൻ എന്നെയും വിട്ടുപോയി. അപ്പൊ അങ്ങനെ കൃഷ്ണൻ പിന്നീട് അങ്ങ് അക്രൂരൻ വന്ന് വിളിച്ച് മധുരയ്ക്ക് പോരുവാണ്. പിന്നെ കൃഷ്ണൻ
വന്നിട്ടേ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആ, നമുക്ക് അറിയാം ഭഗവാൻ എന്താണ് നിത്യവും വൃന്ദാവനം വിട്ടിട്ട് ഭഗവാന് വേറൊരു സ്ഥലം ഇല്ല എന്നുള്ളത് നമ്മൾ ആ ഉദ്ധവരോട് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ. ഭഗവാന്റെ ഹൃദയം മുഴുവനും ഭഗവാൻ അവിടെ പണയം വെച്ചിരിക്കണം. ഇപ്പോഴും നിത്യ രാസലീല ആടുന്ന സ്ഥലമാണ് വൃന്ദാവനം. ഭഗവാൻ അവിടെ നിന്ന് ഒരിക്കലും ഭഗവാന് പോകാനായിട്ട് സാധിക്കില്ല. കാര്യം എന്താണ്, ഭഗവാന്റെ പരമഭക്തരായ ഗോപികമാര് ഭഗവാനെ ഇപ്പോഴും എന്താണ് എന്താണ് ആ വിരഹഭാവത്തോടു കൂടി ആ ഭഗവാന്റെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഭഗവാന്റെ ആ വിരഹം അല്ലെങ്കിൽ ആ വേർപാടുണ്ടാക്കുന്ന ആ ഒരു ഭക്തി അല്ലെങ്കിൽ തീവ്രത അല്ലെങ്കിൽ ആ ഒരു ചൂട് ഈവൻ ബ്രഹ്മലോകത്തിനോ ഭൗതിക ലോകത്തിലുള്ള ഒരു ഭൂഖണ്ഡങ്ങൾക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്ന താപമല്ല വിരഹതാപം. വിരഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്, ടോപ്പ് മോസ്റ്റ് ഭക്തിയാണ്. അതുകൊണ്ടാണ് ആ വിരഹതാപം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു ആ വിരഹ വേദനയിൽ അവതരിച്ചത്. ആ ഒരു ഗോപികമാരുടെ വിരഹത്തിന്റെ ഭക്തി എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ആ ഒരു ഗോപി ഭാവത്തിൽ അവതരിച്ചത്. ഭഗവാൻ തന്നെ രാധാറാണിയുടെ ഹൃദയവും അതുപോലെ തന്നെ ആ, നിറവുമായിട്ട് അവതരിച്ചത്. അപ്പൊ അങ്ങനെ ആ ഒരു വിരഹഭാവത്തിലുള്ള ഈ ഗോപികമാര്, ആ ഗോപികമാരുടെ ആ ഒരു പാദസ്പർശം ഏറ്റ മണ്ണ് വൃന്ദാവനം ബ്രജ, ഈ വൃന്ദാവന ഈ ദാമോദര മാസത്തിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പരമ പവിത്രമായിരിക്കും, അത്രയ്ക്ക് ശ്രേഷ്ഠമായിരിക്കും. കാര്യം നമ്മൾക്ക് ഒന്നുമില്ലാത്ത ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആണ് കുറച്ചെങ്കിലും നമുക്ക് കിട്ടുന്നത്. അത് ഏതെങ്കിലും ആചാര്യന്മാരുടെ കൂടെയൊക്കെ പോകണം, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഗോപി ഗീതം എടുക്കുകയാണ്. ആ ഗോപി ഗീതം എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഗോപികമാർ എന്നിട്ട് അവിടെ നിന്നിട്ട് എന്താണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗോപികാഗീതം പറയുകയാണ്. അതുപോലെ തന്നെ ഉദ്ധവര് ചെല്ലുമ്പോൾ അവിടെ ഉദ്ധവരോട് ഭ്രമരഗീതം എന്ന് പറഞ്ഞ ഗീതം, അവിടെ ഒരു വണ്ടിനെ കണ്ടു. അപ്പൊ ആ വണ്ടിനോട് പറയുന്നതായിട്ടാണ് ഭ്രമരഗീതം. അതിലെ ഗോപികാഗീതം എൻ്റെ കയ്യിലിരിക്കുന്ന 119 പേജാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വൈഷ്ണവ ഗീതങ്ങൾക്കകത്ത്. ഉള്ളവരെടുക്കുക. അത് ഞാൻ ആ വലിയ ബുക്കാണ് എടുത്തിരിക്കുന്നത്. അതായത് ആ PDF ഇല്ല, ഓൺലൈനിൽ അയച്ചു തന്ന PDF പ്രിന്റ് എടുത്താണ്. അതിനകത്ത് ഒരുപാട് പേജ് ഉണ്ട്. അതിന് ഏകദേശം 154 പേജോളം ഉള്ളതാണ്. അതിൽ 119 പേജ് ഇതാണ് വൈഷ്ണവ ഗീതങ്ങൾ. നിങ്ങളുടെ ഇരിക്കുന്ന കൊച്ചു ബുക്കല്ല. ഞാൻ പറഞ്ഞില്ല PDF ഒന്ന് ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊടുത്ത് പ്രിന്റ് ചെയ്ത് വെക്കണമെന്ന്. ഞാൻ ഓരോ പ്രാവശ്യം ആ കാർത്തിക വലിയ മാസം വരുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാറുള്ളതാണ്. വലിയ വലിയ ബുക്കിലുണ്ട് പ്രഭു, ഉണ്ടല്ലേ? ഞങ്ങൾക്കുണ്ട്. അപ്പൊ നമുക്ക് ആ ഗോപിക ഗീതം ഇന്ന് നമുക്ക് നോക്കാം. 119. ഇല്ല വിളക്ക് അണച്ചിട്ട് അത് കുഴപ്പമില്ല. കൃഷ്ണ സുജന മാതാജി ഗോപിക ഗീതം എടുത്തോ? എനിക്കില്ല, ബുക്കില്ല സർ. പ്രഭുജി ബുക്കില്ല പ്രഭുജി. ഇല്ല. ദൈവമേ. അപ്പം ഗോപ്യ ഊചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉവാചയല്ല, ഒരാളാണ് പറഞ്ഞെങ്കിൽ അത് ഉവാചയാകും. ഇത് ഒരുപാട് പേര് ഗോപികമാർ ഒരുപാട് ഒരുമിച്ചിരുന്ന് പറയുന്നത് കൊണ്ടാണ് ഗോപ്യ ഊചു എന്ന് പറയുന്നത്. ജയതി തേദികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദൈതദൃശ്യിതാം ധിഷ്ണുതാവകാ സ്ത്വയിധൃതാസവസ്ത്വാം വിചിന്വതേ. പ്രഭു ദിക്ഷു അല്ലേ, അതോ ദിഷ്ണു അല്ലല്ലോ, ദിഷു അല്ലേ? ദിക്ഷു. ദിക്ഷു. പ്രഭു ദിക്ഷു. ദിഷ്ണു എന്ന് അറിയാതെ പറയുന്നത്. ദൈതദൃശ്യതാം ദിക്ഷു താവകാ
സ്ത്വയിധൃതാസവം സ്ത്വാം വിചിന്വതേ ജയതി തേദികം ജന്മനാ വ്രജാ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദൈദൃശ്യതാം ദിക്ഷു താവകാ സ്ത്വയിധൃതാസവ സ്ത്വാം വിചിന്വതേ. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഈണം കുറവായിരിക്കും പ്രഭു, വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോപ്യ ഊചു ജയതി തേ അധികം ജന്മനാ വ്രജാ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദൈദൃശ്യതാം ദിക്ഷു താവകാ സ്ത്വയി ധൃതാസവസ്താം വിജിന്യതേ. ഹരേ കൃഷ്ണ. ഹരേ സബി കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഗോപ്യൗചു ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദൈതദൃശ്യതാം ദിക്ഷു താവകാസ്ത്വയി ധൃതാസവസ്ത്വാം വിചിന്വതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഗോപ്യ ഊച്ചു ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദൈദൃശ്യതാം ദിക്ഷു താവകാസ്ത്വയി ധൃതാസവസ്ത്വാം വിചിന്വതേ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കതിന്റെ അർത്ഥം നോക്കാം. ഗോപികമാർ പറഞ്ഞു, അങ്ങ് ജന്മം എടുത്തത് മൂലം വ്രജഭൂമി വളരെ മഹനീയമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി എപ്പോഴും ഇവിടെ വസിക്കുന്നു. അങ്ങേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവൻ നിലനിർത്തുന്നത്. ഞങ്ങൾ അങ്ങയെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. ദയവായി അങ്ങ് ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാലും. അപ്പം അങ്ങ് ജന്മം എടുത്തത് കൊണ്ട് ഈ വ്രജഭൂമി എപ്പോഴും വളരെ മഹനീയമായിട്ട് തീർന്നിരിക്കുകയാണ്. കാര്യം എന്താണ്? ലക്ഷ്മി ദേവി ഏത് സമയവും ഇതുവഴി നടക്കുകയാണ്. കാര്യം ലക്ഷ്മി ദേവിക്ക് ലക്ഷ്മി ദേവിയുടെ പ്രാണനാഥനെ വിട്ടിട്ട് ജീവിക്കാൻ പറ്റുമോ? ലക്ഷ്മി ദേവി ഒറ്റയ്ക്ക് ആരെങ്കിലും ഉപാസിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ലക്ഷ്മി അചഞ്ചല ആയതുകൊണ്ട് ലക്ഷ്മി ഒരാളുടെ കൂടെ സ്ഥിരമായിട്ട് വസിക്കുന്നതിന് അവർ വിട്ടുപോകും. പക്ഷെ ഭർത്താവ് എവിടെയാണ് നിൽക്കുന്നത് എങ്കിൽ പതി പരമേശ്വരന്റെ കൂടെയുള്ളൂ ദേവി കാണുകയുള്ളൂ സ്ഥിരമായിട്ടല്ലേ. അപ്പൊ അങ്ങനെ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ട്. അതുകൊണ്ട് വ്രജഭൂമി മുഴുവനും ഐശ്വര്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്മി ദേവി നിന്നെ എപ്പോഴും ഇവിടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത്. അങ്ങേക്ക് വേണ്ടിയിട്ട് മാത്രം, അങ്ങയുടെ വിചാരത്തോടു കൂടി മാത്രം. അപ്പോൾ ഞങ്ങൾ അങ്ങേ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഈ കൃഷ്ണനെ അന്വേഷണമാണ് എന്താണ് ഈ യോഗികള് കോടാനുകോടി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടാത്തത്. പക്ഷെ ഇവർ എന്ത് യോഗം ചെയ്തിട്ടാണ് ഇവർക്ക് കൃഷ്ണനെ കിട്ടിയത്? ഈ ഗോപികമാർ ഏത് തരത്തിലുള്ള യോഗ പ്രാക്ടീസ് ചെയ്തു? എത്ര തരത്തിൽ ശ്വാസം പിടിച്ചു നിർത്തി ചെയ്തോ? അവരൊക്കെ അന്വേഷിക്കുന്ന ആ പരമസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപികമാരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഗോപികമാരുടെ ആ വിരഹത്തിൽ ഇങ്ങനെ അങ്ങ് കുടിയിരിക്കുകയാണ് ഈ പരമസത്യം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഭാഗവതമൊക്കെ പറയുന്ന ആ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ പരമസത്യം ഈ ഗോപികമാരുടെ ഹൃദയത്തിൽ അങ്ങനെ കുടിയിരിക്കുകയാണ്, സദാഹരിയായിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവർ ഏറ്റവും പരമഭക്തർ എന്ന് പറയുന്നത്. അപ്പൊ അവര് സർവ്വതും വെടിഞ്ഞ് അവര് ഭഗവാന് സമർപ്പിച്ചിരിക്കുക, സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ് അല്ലെ. സദാ ഭഗവാന്റെ വിചാരമായിട്ടിരിക്കുക. നമുക്ക് അങ്ങനെ ഒരു നിമിഷം, ഒരു സെക്കൻഡ് ഭഗവാനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പറ്റാത്ത നമ്മള്, അപ്പം ഇവർ ഈ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് ഭൗതികമായിട്ടുള്ള രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ട് കുടുംബിനികളായിട്ടിരിക്കുന്ന ഈ ഗോപസ്ത്രീകള് എങ്ങനെ സദാഹരിയായിട്ടിരിക്കാൻ പറ്റും? ഓരോ ജോലി ചെയ്യുമ്പോഴും അവര് എന്താണ് ജോലി ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ്, എല്ലാ പ്രവർത്തികളും ചെയ്യും. പശുവിനെ രാവിലെ കുളിപ്പിക്കും, അതുപോലെ തന്നെ കറക്കും, ചാണകം വാരി വെക്കും, അതിന് തീറ്റ കൊടുക്കും, അതിനെ പുറത്തേക്ക് വിടും, അതെല്ലാം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അവരെ ഗുരുകുലത്തിൽ വിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം ചെയ്യുമ്പോഴും അവരെന്താണ്, ഈ ലീലയിൽ മുഴുകിയാണ്
ഇതെല്ലാം ചെയ്യുന്നത്. ഇത് മുഴുവൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ ആ വിരഹ വേദനയിൽ, ആ മോഡ് ഓഫ് സെപ്പറേഷനിലാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഭഗവാനെ വേർപെട്ട ഭാവത്തിൽ നമ്മൾക്ക് എങ്ങനെ ഭഗവാനെ സ്തുതിക്കാൻ പറ്റും? അപ്പൊ അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്, ഗോപികമാര് ചെയ്യുന്ന മാധുര്യ പ്രേമയുത ഭക്തി സേവനം. അപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടുമോ? ഇപ്പോഴും ഭഗവാൻ അടുത്ത് വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുവാണെന്ന് ഓർത്തു. അപ്പം ഭഗവാനോട് ഇത് തോന്നുമോ? ഒരിക്കലും ഇല്ല. ഇല്ലല്ലേ. ഭഗവാൻ ഏത് സമയത്തും നമ്മളുടെ അടുത്തുണ്ട്. അപ്പൊ ഭഗവാൻ ഒരു വിലയില്ലല്ലേ. അപ്പം അതിൽ നിന്ന് ഭഗവാൻ സദാ അവരുടെ കൂടെ വിരഹത്തിൽ വസിക്കുകയാണെങ്കിലോ, അത് എത്ര വലിയ ടോപ്പാണെന്ന് നോക്കി, എത്ര വലിയ ടോപ്പ്. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലേ. നമ്മളും അതുപോലെ തന്നെ യോഗികളെ ലക്ഷക്കണക്കിന് വർഷം ഇരുന്ന് തപസ് ചെയ്താൽ പോലും ആർജിക്കാത്ത ക്വാളിറ്റിയാണ് ഇവര് ആർജിച്ചെടുത്തത്. അപ്പം അങ്ങ് ദയവായി ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാലും. അടുത്തത് രണ്ടാമത്തേത്, ശരദുദാശയേ സാധുജാതസദ് സരസിജോദരാ ശ്രീമുഷാദൃശാം സുരതനാദതേ ശുൽക്കദാസികാ വരദനിഘ്നതോ നേഹ കിം വദാം. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി, മാതാജിക്ക് എന്നാ പറ്റിയായിരുന്നു? ആശുപത്രിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടു. പനി. അനിയോ? ആ. ശരദുദാശയേ സാധുജാത സരസിജോദര ശ്രീമുഷാദൃശ സുരതനാദതേ ശുൽക്കദാസിക വരദനിഘ്നതോ നേക കിം വദ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാദൃശ സുരതനാദതേ ശുൽക്കദാസിക വരദനിഘ്നതോ നേഹ കിം വധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഹേ പ്രാണനാഥ, അങ്ങയുടെ നോട്ടം ശരത്കാല ജലാശയത്തിലെ അതിമനോഹരമായ താമരപ്പൂവിന്റെ ഉൾക്കാമ്പിനെ പോലും വെല്ലുന്നതാണ്. വരദദായക, അങ്ങേയ്ക്കായി യാതൊരു വിലയും വാങ്ങാതെ വെറുതെ അർപ്പിച്ച ഈ ദാസികളെ അങ്ങ് വധിക്കുകയാണ്. ഇത് വധമല്ലാതെ പിന്നെ എന്താണ്? ഇപ്പൊ വീണ്ടും ഗോപികമാരുടെ വിലാപമാണിത്. അല്ലയോ പ്രാണനാഥ, അപ്പം ഞങ്ങളുടെ പ്രാണൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അങ്ങ് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്, പരമാത്മാവായിട്ടല്ലേ. അപ്പൊ അല്ലയോ പ്രാണനാഥ, പ്രാണനെ നിലനിർത്തുന്ന അങ്ങ് ദാനം തന്ന അല്ലയോ നാഥ, അങ്ങയുടെ നോട്ടം, അങ്ങയുടെ ഒരു നോട്ടം എന്ന് പറയുന്നതിന് ശരത്കാല ജലാശയത്തിലെ അതിമനോഹരമായ താമരപ്പൂവിന്റെ ഉൾക്കാമ്പിനെ പോലും വെല്ലുന്നതാണ്. അപ്പൊ ഈ എന്താണ് മാതാജി? ശരത്കാല ജലാശയത്തിലെ എന്താണ്, എൻ്റെ മനസ്സ് പോയി എവിടെയോ. അതിമനോഹരമായ താമരപ്പൂവിന്റെ ഉൾക്കാമ്പിനെ വെല്ലുന്നതാണ് എന്താണ് ഈ പറയുന്ന അങ്ങയുടെ ഒരു നോട്ടം പോലും. അപ്പൊ അങ്ങേക്കായി യാതൊരു വിലയും വാങ്ങാതെ വെറുതെ അർപ്പിച്ച ഈ ദാസികളെ അങ്ങ് വധിക്കുകയാണ്. അപ്പൊ ഈ ദാസികൾ എന്താണ്? ഞങ്ങളുടെ സർവ്വതും അർപ്പിച്ചു, എന്നിട്ട് ഈ ദാസികളെ അങ്ങ് ഒട്ടും എന്താണ് കൃപയുണ്ടായിട്ടില്ല എങ്കിൽ എന്താണ്, ഞങ്ങളെ വധിക്കുന്നതിന് തുല്യമല്ലേ? ഞങ്ങളെ വധിക്കുകയാണ് അല്ലെ. അങ്ങേക്ക് വേണ്ടി സർവ്വതും അർപ്പിച്ച ഈ ദാസികളായി ഞങ്ങളെ അങ്ങ് വധിക്കുകയല്ലേ ചെയ്യുന്നത് ശരിക്കും എന്ന് ഗോപികമാര് ചോദിക്കുകയാണ് അല്ലേ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയ ഈ ഗോപികമാരുടെ ആ ഒരു ഭക്തി, എല്ലാം സർവ്വതും സമർപ്പിച്ചു, എന്നിട്ട് നീ ഞങ്ങൾക്ക് ദർശനം തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ ഞങ്ങളെ പച്ചയ്ക്ക് വധിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ഗോപികമാര് ചോദിക്കുകയാണ്. അടുത്തത്, വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വതോ ഭയാത്
ഋഷഭത്തെ വയം രക്ഷിതാമുഹു വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വദോഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. പ്രഭുവിന്റെ കയ്യിൽ കിട്ടിയില്ല. ഞാൻ ബുക്ക് എടുക്കാതെ അങ്ങോട്ട് പോകുന്നു. മാതാജി ഞാൻ പറഞ്ഞു പറയുന്നത് കേൾക്കുവാ. കേൾക്കുന്നില്ല. മാതാജി പറയുന്നത് കേൾക്കുന്നില്ല. എന്റെ അടുത്ത് മാതാജി ബുക്കില്ല പ്രഭുജി. ബുക്ക് എടുക്കാതെ അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ. കൃഷ്ണകുമാരി മാതാജി. പ്രഭു എനിക്കും ബുക്കില്ല പ്രഭു. ഇത് ഞാൻ എഴുതിയിട്ടില്ല. ഇല്ലല്ലേ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. വൃഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വദോഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരുള്ള? സവിതാ മാതാജി. ഹരേ കൃഷ്ണ. വിഷജലാപ്യയാത് ബാലരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വദോഭയാത് ഋഷഭദേവയം രക്ഷിതാമുഹു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ എന്താണ് കണ്ടത്? ഹേ മഹാശ്രേഷ്ഠ, എല്ലാവിധ അപകടകരങ്ങളായ അവസ്ഥകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിഷലിപ്തമായ ജലത്തിൽ നിന്ന്, ഭീകര രാക്ഷസനായ അഘാസുരനിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, കൊടുങ്കാറ്റ് രൂപത്തിൽ വന്ന അസുരനിൽ നിന്ന്, ഇന്ദ്രന്റെ വജ്രായുധത്തിൽ നിന്ന്, വത്സാസുരനിൽ നിന്ന്, മയദാനവന്റെ പുത്രനിൽ നിന്ന്, അങ്ങനെയെല്ലാം ഞങ്ങളെ അങ്ങ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓർക്കുകയാണ് അല്ലേ? ഭഗവാൻ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത മഹാകാര്യങ്ങളൊക്കെ വ്രജയിൽ ചെയ്തത് അല്ലേ? വളരെ അപകടകരമുള്ള വിഷലിപ്തമായ ജലം. അതേതാണ് വിഷലിപ്തമായ ജലം? കാളിന്തി. കാളിന്തിയില് കാളിയൻ ഇങ്ങനെ വിഷം ദംശിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് ഗോക്കളും മനുഷ്യരും ഒക്കെ മരിച്ചു. അങ്ങനെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഫാക്ടറികളാകുന്ന കാളിയൻ വിഷം തുപ്പുന്നതാണ് അല്ലേ കാണുന്നത്? അന്ന് കാളിയ സർപ്പമായിരുന്നു. അപ്പം കാളിയ സർപ്പത്തിന്റെ ആ ഒരു നേരെ സ്ഥലം തിരിഞ്ഞ രൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലും ഭീകരനായിട്ടുള്ള. അന്ന് ഭഗവാൻ വന്ന് നമ്മളെ രക്ഷിച്ചു. ഇന്ന് ആര് രക്ഷിക്കുമെന്ന് ആർക്കും അറിയില്ല അല്ലേ? ഇന്ന് കാളിന്തി നദി എങ്ങനെ കറുത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റ് നിറഞ്ഞിട്ടാണ് വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അന്ന് കാളിയന്റെ വിഷമായിരുന്നു. ഇന്ന് എന്താണ്? വ്യവസായശാലകളിലെ മാലിന്യത്തിന്റെ വിഷം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങ് വിഷലിപ്തമായ ജലത്തിൽ നിന്ന് നമ്മളെ അതിന്റെ കാരണക്കാരനായ കാളിയന്റെ എന്താണ് ദർപ്പം ശമിപ്പിച്ചു. അങ്ങനെ കാളിയമർദ്ദന ലീല ഭഗവാൻ നടത്തി. പിന്നെ എന്താണ്? ഭീകര രാക്ഷസനായ അഘാസുരനിൽ നിന്ന്. അഘാസുരൻ ആരുടെ രൂപത്തിലാണ് വന്നത്? അഘാസുരൻ ആരുടെ രൂപത്തിലാണ് വന്നത്? ഒരു പാമ്പിന്റെ രൂപത്തിലാണ്. പെരുമ്പാമ്പ്. അപ്പൊ ആ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഭഗവാൻ കൂട്ടുകാരും ഇങ്ങനെ വന്നു നോക്കിയപ്പോ ഒരു വലിയ ഗുഹ പോലെ ഒരു സംഭവം കണ്ടു. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കളിക്കാമെന്നും പറഞ്ഞ് എല്ലാരും അങ്ങ് കയറുന്നു. അപ്പം കൃഷ്ണൻ കയറാനായിട്ട് നോക്കിയിരിക്കുക ഈ അഘാസുരൻ വായടയ്ക്കാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ അങ്ങ് കയറി ഇത് വായടയ്ക്കാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ അങ്ങ് വലുതായി. അങ്ങനെ അഘാസുരനെ അവിടെ വെച്ചിട്ട് തന്നെ വധിച്ചു ഭഗവാൻ. അങ്ങനെ പിന്നീട് ബ്രഹ്മവിമോഹനലീല കഴിഞ്ഞപ്പോഴത്തേന് ഈ പാമ്പ് 1 വർഷം കഴിഞ്ഞ് ചീഞ്ഞു കിടക്കുന്നതാണ് കാണുന്നല്ലേ. ഭഗവാൻ ഒരു പാമ്പിനെ വധിച്ചു എന്നുള്ള കഥ ഇവർ 1 വർഷത്തിന് ശേഷമാണ് ഈ ഗോപബാലന്മാർ പിന്നീട് പറയുന്നത് അല്ലേ. അപ്പോഴത്തേന് ആ പാമ്പ് എന്താണ്?
ചീഞ്ഞു കിടക്കുന്നു. ഒറ്റ വർഷം പോയതറിഞ്ഞില്ല. ബ്രഹ്മാവിന്റെ മോഹവലയത്തിൽ ആണ്ട് കിടക്കുകയായിരുന്നു ബ്രഹ്മവിമോഹന ലീലയിൽ. അപ്പൊ അങ്ങനെയുള്ള അഘാസുരൻ, പിന്നെ കൊടുങ്കാറ്റിൻ രൂപത്തിൽ വന്ന ഉം, അസുരൻ, പിന്നെ ഇന്ദ്രന്റെ വജ്രായുധം. ഇന്ദ്രന്റെ വജ്രായുധം എവിടെയാണ്? ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിക്കാണ്ട് പേമാരി വന്നു അല്ലേ? വജ്രായുധം പോലത്തെ പേമാരി വന്നു. അതേതാണ്? ഗോവർദ്ധന ലീല. ഭഗവാൻ ഗോവർദ്ധന ലീല ചെയ്തിട്ട് എന്ത് ചെയ്തു? ആ വ്രജയിലുള്ള ആൾക്കാരെ മുഴുവൻ പേമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ വത്സാസുരിൽ നിന്ന് മയദാനവന്റെ പുത്രനിൽ നിന്ന്, മയദാനവന്റെ പുത്രൻ ആരാണ്? ബാണാസുരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മയന്റെ പുത്രൻ. ഓർക്കുന്നില്ല പ്രഭു. എനിക്കും ഒരു ഓർമ്മക്കുറവുണ്ട്. അപ്പൊ അങ്ങനെ മയദാനവന്റെ പുത്രനിൽ നിന്നടക്കം ഒരുപാട് കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടെ നമ്മൾ ഓർക്കണം, മൊത്തം പ്രജയിൽ ഭഗവാൻ ചെയ്ത പ്രജാപരിപാലനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഇവിടെ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് അവരൊരു സമ്മറി പറഞ്ഞതാണ് മൊത്തത്തിൽ. പക്ഷെ നമ്മൾ അതിൽ കൂടെ നമ്മൾ എല്ലാ ഭൂതനെ അടക്കം ബകാസുരനെയും ഖഗാസുരനെയും അതുപോലെ തന്നെ അങ്ങനെ എത്രയോ അസുരന്മാരൊരു ശകടാസുരൻ ഈ വാഹനത്തിന്റെ രൂപത്തിൽ വന്നു. അവരെ എല്ലാം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവരെ എല്ലാം സംഹരിച്ചു. അപ്പൊ ഇനി അടുത്തത് നാലാമത്തേത്. ന ഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക് വിഘ്നസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാ അന്തരാത്മദൃക് വിഘ്നസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഇദേവാൻ സാത്വതാം കുലേ. ഹരേ കൃഷ്ണ. പിന്നെ അടുത്തത് വീണ്ടും ഞാൻ അഭിയാമാതാജി തന്നെ തുടങ്ങിക്കോളും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ന ഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദ് വിഘ്നസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതീമാതാജി. ഹരേ കൃഷ്ണ. ന ഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘ്നസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക് വിഘ്നസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മള് എത്രാമത്തെയാണ് പഠിക്കുന്നത്? നാലാമത്തെ അല്ലേ? ഹേ സഖ, യഥാർത്ഥത്തിൽ അങ്ങ് യശോദയുടെ പുത്രനല്ല. എല്ലാ ശരീരികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷിയായ പരമാത്മാവാണ് അവിടുന്ന്. പ്രപഞ്ച സംരക്ഷണം ആവശ്യപ്പെട്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങ് സാത്വിക കുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്. അപ്പം ഗോപികമാർ ആ പരമസത്യവും മനസ്സിലാക്കുന്നു. ഹേ സഖ, നീ ഞങ്ങളുടെ സഖയാണ്, കൂട്ടുകാരനാണ്. യഥാർത്ഥത്തിൽ അങ്ങ് യശോദയുടെ പുത്രനുമല്ല, ഞങ്ങളുടെ സഖാവുമല്ല. എല്ലാ ശരീരികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷിയായ പരമാത്മാവാണ്. അപ്പം ആ പരമാത്മാവ് എന്നുള്ള തത്വം ഈ ഗോപികമാരെ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഇവർക്ക് അതിനുള്ള നോളജ് ഉണ്ട്. പരമാത്മാ റിയലൈസേഷൻ എത്രയോ കാലം തപസ് ചെയ്ത യോഗികൾക്കാണ് പരമാത്മാ സാക്ഷാത്കാരം സൃഷ്ടിച്ച് അവർക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് അല്ലേ? എത്രയോ കാലം. അപ്പൊ ഈ ഗോപികമാർക്ക് ആ റിയലൈസേഷൻ കിട്ടിയിരിക്കുന്നു. നീ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ്. സർവ്വതിന് സാക്ഷി ചെയ്തിട്ട്
വിട്ടു നിൽക്കുന്ന പരമാത്മാവാണ്, അല്ലെങ്കിൽ യശോദയുടെ പുത്രനല്ല ഒരിക്കലും, ഞങ്ങളുടെ സഖയല്ല ഒരിക്കലും. പ്രപഞ്ച സംരക്ഷണം ആവശ്യപ്പെട്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അങ്ങ് ഈ ഞങ്ങളുടെ ഈ സാത്വിക കുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്. അപ്പം പ്രപഞ്ച സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അങ്ങ് വന്നിരിക്കുന്നത്. ബ്രഹ്മാവ് അഭ്യർത്ഥിച്ച് വന്നെങ്കിൽ ഇതിന് ഭഗവാൻ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭഗവാൻ വേറെ പല സ്ഥലങ്ങളും സ്വീകരിക്കാമല്ലോ. ഭഗവാൻ അപ്പം എന്ത് ചെയ്തു? ഭഗവാൻ ഇവരുടെ കൂടെ എന്താണ് ലീലകളാടാൻ വേണ്ടിയിട്ടാണ് ഭഗവാന് എന്ത് ചെയ്തത്? ഈ ഡ്രാമ മുഴുവൻ ഒപ്പിച്ചിട്ട് ഭഗവാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെ ഈ വ്രജയിൽ ലീലയാടുവോ കംസനെ വധിക്കുക എന്നുള്ള ആ ഉദ്ദേശം മാത്രമല്ലായിരുന്നു ഭഗവാൻ, അല്ലേ? വേറെ മഹാഭാരതം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിശുപാലനും ദണ്ഡഭക്തനുമായിരുന്നു ഈ ആ ജയവിജയന്മാരുടെ 3 ജന്മങ്ങൾ എടുത്ത് വന്നവരല്ലേ? രാവണൻ, കുംഭകർണൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഇവിടെ ശിശുപാലനും. ഭഗവാൻ അവരെ മാത്രം വധിക്കാനാണെങ്കിൽ ഈ വരവ് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഭഗവാന് ഈ വ്രജയിലുള്ള ആ ഒരു ആനന്ദം, അല്ലെങ്കിൽ ആ ഒരു പ്രേമ ഭക്തിയുത സേവനം ആസ്വദിക്കുക, അതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ ഈ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് ഭൂമിദേവി ഗോരൂപത്തിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ശരിക്കും ഭഗവാൻ അവതരിച്ചത് എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ അതല്ല വാസ്തവം. ഭഗവാൻ അതിന് വേണ്ടിയിട്ട് അവതാരം എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഭഗവാൻ അവിടെ ഇരുന്ന് തന്നെ എന്താണ് ഒരൊറ്റ ദൃഷ്ടി കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കാനോ ഉൾവലിക്കാനോ സാധിക്കുന്ന ഭഗവാൻ ഈ ഒരു അവതാരം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെ സമ്മേളിക്കാനായിട്ടുള്ള അമിതമായ ആക്രാന്തം കൊണ്ടാണ് നമുക്ക് പച്ച മലയാളത്തിൽ വേണമെങ്കിൽ പറയാം ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ എടുക്കുന്നത്, അല്ലേ? ആ ഭക്തന്മാരുടെ സമ്മേളനം അത് ശ്രീകൃഷ്ണ അവതാരത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ഭക്തന്മാരുടെ കൂടെ ഭഗവാൻ രമിച്ച് മതിയാകുന്നില്ല. അങ്ങനെ ആ ഭഗവാൻ ഇപ്പോഴും വിറകിൽ വന്ന് ലീലകൾ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലേ? നിത്യലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വ്രജ വിട്ടുപോകില്ലെന്ന് ഭഗവാൻ വാക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോഴും ഭഗവാൻ വന്ന് നിത്യലീല ആടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഉദ്ധവർക്ക് വാക്ക് കൊടുത്തു ഭഗവാൻ, ഞാൻ ഒരിക്കലും വ്രജ വിട്ട് പോകില്ല എന്ന്. അപ്പൊ അങ്ങനെ അടുത്തത് 5-ാമത്തേത് വിചിര വിരചിതാഭയം വൃഷ്ണിദുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം വിരചിതാഭയം വൃഷ്ണിദുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. വിരചിതാഭയം വൃഷ്ണിധൂര്യതേ ചരണമീയുഷാം സംസൃതേർഭയാൽ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. ബുക്കില്ല പ്രഭു. ആഹാ. പ്രഭുജി ബുക്കില്ല. കുഴപ്പമില്ല. ദീദി മാതാജി. ഹരേ കൃഷ്ണ. വിരജിതാഭയം വൃഷ്ണിദുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഹേ വൃഷ്ണികുല ശ്രേഷ്ഠ, അങ്ങയുടെ കരകമലം ഭൗതികാസ്തിത്വത്തെ ഭയന്ന് അങ്ങയുടെ പാതാരവിന്ദങ്ങൾ ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകുന്നു. നമ്മൾ അങ്ങനെ ആർക്കൊക്കെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്കൊക്കെ അഭയം കൊടുത്ത ആരുടെയൊക്കെ കാര്യങ്ങൾ അറിയാം? അദ്ദേഹത്തിന്റെ പാദസ്പർശനം ഏറ്റെടുത്ത ആരുടെയൊക്കെ കാര്യം നമുക്കറിയാം? ശബരിമാത, അഹല്യ. അഹല്യാണ് ഒന്ന്.
പിന്നെ ഒന്ന് മഹാബലി മഹാബലി, ബലി മഹാബലി. മഹാരാജാവ് അല്ലേ? അപ്പൊ അങ്ങനെ അതെ. അങ്ങയുടെ കരകമലം ഭൗതികാസ്ത്രത്തെ ഭയന്ന് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകുന്നു. അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് ഒക്കെ അങ്ങയുടെ കരകമലം കൊണ്ട് അങ്ങ് അഭയം നൽകുന്നു. അതുപോലെ ഭീഷണൻ വരും. ഭീഷണൻ വരുമോ? വിഭീഷണൻ വരുമോ? വിഭീഷണന് ശരണം പ്രാപിച്ചു, അതായത് തന്നെ അതുകൊണ്ട് വിഭീഷണ ചിരഞ്ജീവിയായി മാറി അല്ലേ? നമുക്ക് പറയാം പ്രഹ്ലാദൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് എന്താണ്, ഭഗവാൻ എന്താണ് അവരെ ഈ എത്ര നാൾ ഹരികഥകൾ കേൾക്കുന്നു അത്രയും നാളും നിങ്ങളുടെ നാമം പ്രകീർത്തിക്കും, അത്ര അനശ്വരമാക്കി കൊടുത്തു ഭഗവാന്റെ ഭക്തന്റെ നാമം അല്ലേ? കുബ്ജ ഇല്ലേ പ്രഭു? കുബ്ജ അജാമിളൻ അല്ല മാതാജി. കുബ്ജ ഇല്ലേ? കുബ്ജ. കുബ്ജ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ കാണാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചവർക്ക് ഭഗവാൻ. ഏകാദശി എടുക്കുന്ന ആളെ മറന്നുപോയി. ഉറക്കം വരുന്നുണ്ടോ മാതാജിക്ക്? ഇല്ല, ഏകാദശി എടുക്കുന്ന അദ്ദേഹത്തിന് കൊടുത്തു. അംബരീഷ് മഹാരാജാവ്, അത് നല്ലൊരു ഉദാഹരണമാണ്. അംബരീഷ് അതെ, ഞാൻ മഹാരാജാവ്. അപ്പൊ ഞാനോർത്ത് മാതാജിക്ക് ഉറക്കം വരുമായിരിക്കും ഏകാദശി എടുത്തോണ്ട് എന്നെ പോലെ. ഉറക്കമായില്ല. അപ്പൊ അങ്ങനെ എന്താണ് പറയുന്നത്, അതേ കൈകൾ ലക്ഷ്മി ദേവിയുടെ കരം ഗ്രഹിച്ചവയാണല്ലോ. സർവാഭീഷ്ടങ്ങൾ സാധിച്ചിരുന്ന ആ കരകമലം ഞങ്ങളുടെ ശിരസിൽ വെച്ചാലും. അപ്പം ലക്ഷ്മി ദേവിയെ എങ്ങനെയാണ് നമ്മളൊക്കെ പണ്ടൊക്കെ പുടവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ്, ഒന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ ഭാര്യയാണ്. ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ, കരം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ സ്ത്രീ എന്താണ്, ഭാര്യയാണ്. അല്ലെങ്കിൽ ഒരു പുടവ് കൊടുത്താൽ മതി അല്ലേ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ലക്ഷ്മി, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഭൂമിദേവിയെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഭൂമിദേവി ഉയർത്തിയതേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ല. അപ്പോഴത്തേനും ഭൂമിദേവി എന്താണ്, ഭാര്യയായി മാറി. അതായത് ഒരു പുരുഷൻ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യയായി മാറി. ഒരു പുട കൊടുക്കുക അല്ലെങ്കിൽ പാണിഗ്രഹണം ചെയ്യുക എന്നല്ല, പാണിഗ്രഹണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഭാര്യയായി മാറി. അങ്ങനെ ഇതേ കൈകൾ അങ്ങ് ലക്ഷ്മി ദേവിയുടെ കരം അങ്ങ് ഗ്രഹിച്ചല്ലോ. അപ്പൊ സർവാഭീഷ്ടങ്ങൾ സാധിച്ചിരുന്ന ആ കരകമലം ഞങ്ങളുടെ ശിരസിൽ വെച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ലക്ഷ്മി ദേവിയുടെ കൈ പിടിച്ചുകൊണ്ട് എന്താണ്, ഐശ്വര്യം കൂടെ കൂടി ഒപ്പം വരും. ഞങ്ങളുടെ ഈ വിരഹം എന്നുള്ളത് മാറിയിട്ട് സർവ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് പ്രാപ്തമായി മാറും അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എത്രാമത്തേത്? 6 അല്ലേ? 6. പ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിതാ ഭജസഖേ ഭവത് കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയാ. പ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിതാ ഭജസഖേ ഭവത് കിങ്കരീം സ്മനോ ജലരുഹാനനം ചാരുദർശയാം. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ആരാണ് ഉള്ളത്? പത്മമാതാജി. ഹരേ കൃഷ്ണ. വ്രജജനാർത്തിഹൻ വീരയോഷിത നിജജനസ്മയ ധ്വംസനസ്മിത ഭജസഖേ ഭവത് കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയാ. ഹരേ കൃഷ്ണ. കൃഷ്ണ. സവിതാമാതാജി. ഹരേ കൃഷ്ണ. പ്രജജനാർദിഹൻ വീരയോഷിതാം നിജജനസ്മയാ ധ്വംസനസ്മിതാ ഭജസഖേ ഭവത് കിംകരീസ്മനോ ജലരുഹാനനം ചാരുദർശയാ. ഹരേ കൃഷ്ണ.
അപ്പം ആറാമത്തേതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഹേ വ്രജവാസികളുടെ ദുരിതങ്ങളെ നശിപ്പിക്കുന്നവനെ, സ്ത്രീജനങ്ങൾക്ക് നായകനായവനെ, അങ്ങയുടെ മനോഹരമായ മന്ദഹാസം മുത്തന്മാരുടെ ഗർവത്തെ തകർത്ത് കളയുന്നു. പ്രിയ സഖേ, അങ്ങയുടെ ദാസികളായ ഞങ്ങളെ സ്വീകരിച്ച് അങ്ങയുടെ ചാരുതയാർന്ന മുഖകമലം ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും. അപ്പം വ്രജവാസികളുടെ എല്ലാ ദുരിതങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഭഗവാൻ ഇപ്പൊ സ്ത്രീജനങ്ങൾക്ക് മുഴുവൻ നായകനാണല്ലേ. സ്ത്രീജനങ്ങളെ മുഴുവനും എന്താണ് നമ്മൾ കണ്ടല്ലോ, കുറെ സ്ത്രീജനങ്ങളെ എന്താണ് രാജകുമാരിമാരെ നരകാസുരൻ തടവറയിൽ പാർപ്പിച്ചു. അങ്ങനെ തടവറയിൽ പാർപ്പിച്ചിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? അവരെ വന്ന് രക്ഷപ്പെടുത്തി. അപ്പം ഈ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങള് ആത്മഹത്യ ചെയ്യാല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊട്ടാരങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് എന്ത് എല്ലാവരും മോശപ്പെട്ട സ്ത്രീകളായിട്ട് കാണും, നരകാസുരന്റെ വെപ്പാട്ടികളാണെന്ന് പറയും. അതുകൊണ്ട് ജീവൻ ഒടുക്കുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവരെ എല്ലാം ഭർത്താവായിട്ട് സ്വീകരിച്ചു. അവിടെ വെച്ചിട്ട് തന്നെ പറഞ്ഞു, ഇനി ആര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃഷ്ണന്റെ ഭാര്യമാരാണ്. അല്ല, ഇപ്പൊ രാജപത്നിമാര് എന്താണ് കൃഷ്ണന്റെ പത്നിമാരായി മാറി. എന്നിട്ട് അവർക്കെല്ലാം കൊട്ടാരങ്ങളും കിട്ടി കൊടുത്ത് പാർപ്പിച്ചു. കൃഷ്ണൻ അവരുടെ എല്ലാം കൂടെ ഭർത്താവായിട്ട് സ്വയം പ്രത്യക്ഷനായി അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീജനങ്ങൾക്ക് നായകനായവനെ, അങ്ങയുടെ മനോഹരമായ മന്ദഹാസം ഭക്തന്മാരുടെ ഗർവത്തെ തകർത്ത് കളയുന്നു. ഭക്തന്മാര് ഏതെല്ലാം തരത്തിൽ ഗർവം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അത് ഞങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ച് അഹങ്കരിച്ചു, ഗർവം ഉണ്ടായത് ആണല്ലോ അങ്ങ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞതല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങ് എത്രയോ മന്ദഹാസം കൊണ്ട് എത്രയോ ഭക്തന്മാരുടെ ഗർവത്തെയൊക്കെ ഇടയ്ക്ക് നാരദമുനിക്ക് ചിലപ്പോൾ ഗർവം ഉണ്ടായിട്ടുണ്ട്, അർജുനൻ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കാണാം എത്ര ഭക്തന്മാരെ ഭഗവാൻ പരീക്ഷിച്ച് നന്നാക്കിയിട്ടുണ്ടല്ലേ. ഭക്തന്മാർക്ക് ഈ അഹങ്കാരം ഉണ്ടാകുന്ന പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമാണ്. ഭക്തന്മാരാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട്. അർജുനന് തന്നെ ഒരുപാട് തവണ, ഭീമൻ ഉണ്ടായിട്ടുണ്ട് അല്ല. കല്യാണ സൗഗന്ധികം പറിക്കാൻ പോയപ്പോൾ ഭീമൻ അഹങ്കാരം ഉണ്ടായപ്പോൾ ആരവിടെ വന്നു അഹങ്കാരം ശമിപ്പിക്കാനായിട്ട്? ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി. പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. ആർക്കകത്ത് അറിയാവുന്നതിന്റെ ബാക്കി ഓർമ്മയുണ്ടോ? അത് ഇത് നോക്കടാ നമ്മുടെ മാർഗ കിടക്കുന്ന അത് കേട്ടിട്ടുണ്ട്. നോക്കടാ ഞങ്ങളുടെ നമ്മുടെ മാർഗത്തിൽ വന്ന് മർക്കട നീങ്ങു മാറിക്കിടാ ശടാ എന്ന് പറഞ്ഞു. ദുർഘടസ്ഥാനത്ത് വന്നു കിടക്കുവാൻ എന്തടോ കാരണം. അതെ. അപ്പൊ അങ്ങനെ നമ്മള് കല്യാണ സൗഗന്ധികം സ്ഥാനത്ത് വന്നു ശയിപ്പാൻ നിനക്ക് എന്തടോ കാരണം. കാരണം അങ്ങനെ വന്നു ശയിപ്പാൻ നിനക്കടോ തോന്നുവാൻ എന്തടോ കാരണം. അപ്പൊ അങ്ങനെ അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് അത് അപ്പപ്പോൾ ശമിപ്പിക്കാനായിട്ട്, അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് ഗരുഡന് അഹങ്കാരം ഉണ്ടായി ഇടയ്ക്ക്. അപ്പൊ ഗരുഡനെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് ഹനുമാൻ സ്വാമിയെ വിട്ട കഥ നമുക്കറിയാം, ജഗന്നാഥപുരിയിൽ വെച്ചിട്ട് അല്ലേ. അതുപോലെ സുദർശനത്തിന് അഹങ്കാരം ഉണ്ടായി, സുദർശനത്തിന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചു, അതും ജഗന്നാഥപുരിയിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഭക്തന്മാർക്ക്, ഭഗവാന്റെ സേവകർക്ക്, ഭഗവാന്റെ വേറെ 2 സേവകർക്ക് അഹങ്കാരം ഉണ്ടായപ്പോഴാണ് അവരെ എന്താണ് 3 ജന്മ അസുരന്മാരായിട്ട് പിറക്കേണ്ടി വന്നല്ലേ. എന്നിട്ട് അവരെ തിരിച്ചുവിടാണ്ട് ഭഗവാൻ തന്നെ അവിടുന്ന് വരേണ്ടി വന്നു. അപ്പം ആർക്കാ? ജയവിജയന്മാർക്കല്ലേ. അവിടെ കാവൽക്കാരാണ്. അപ്പൊ ഭഗവാന്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരാണെന്നുള്ള രീതിയിൽ അവർക്കൊരു അഹങ്കാരം ഉണ്ടായി. അപ്പൊ അവര് ഈ സനകാദി ഋഷികളെ അകത്തേക്ക് കടത്തിവിടാണ്ട് അനുവദിച്ചില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അപരാധങ്ങൾ, ഞങ്ങളുടെ അഹങ്കാരമൊക്കെ അങ്ങയുടെ എന്താണ് ഈ ഒരു കരകമലവും കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു പുഞ്ചിരി കൊണ്ട് തന്നെ ഇതെല്ലാം ഭസ്മമാക്കി കളയാൻ പറ്റുന്നതാണ് അല്ലേ. അതാണ് പറയുന്നത്. ഞങ്ങളുടെ ദാസികളായി ഞങ്ങളെ സ്വീകരിച്ച് അങ്ങയുടെ ചാരുതയാർന്ന മുഖകമലം ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും. അപ്പൊ അങ്ങയുടെ നമ്മളെപ്പോഴും പറയുന്ന ദാസാനുദാസാനുദാസ എന്ന് പറയുന്നത് ഗോപീർ പദകമലയോർ എന്താണ് ദാസാനുദാസാനുദാസ, അതായത് ഗോപികമാരുടെ ഭക്തന്മാരുടെ ദാസന്റെ 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 അങ്ങേയറ്റത്ത് ദാസനാകാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറയുന്നത് അല്ലേ. ചൈതന്യ മഹാപ്രഭു പറയുന്ന ആരുടെയാണ്?
ഈ ഗോപികമാരുടെ ഭൃത്യന്റെ ദാസന്മാരുടെ അങ്ങേയറ്റത്തെ ദാസൻ ആകാനായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നത് ഭഗവാനോട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോഴത്തേന് ആ ഗോപികമാര് പറയാണ്, ഞങ്ങൾ അങ്ങയുടെ ദാസരല്ലേ എന്ന് പറയുകയാണ്. അങ്ങയുടെ ചാരുതയായ മുഖകമലം ഞങ്ങൾക്ക് കാണിച്ചു നൽകും. അങ്ങയുടെ അടുത്തത് 7-ാമത്തേത്, അതോട് വായിച്ചിട്ട് നമുക്ക് നിർത്താം. പ്രണതദേഹിനാം പാപകർഷണം. അത് തന്നെയാണോ? 7 പ്രഭു. അതെ 7ആയിരുന്നോ 6ആയിരുന്നോ? അതെ അതെ ശരിയാണ്. 7ആയിരുന്നു. ആ. പ്രണതദേഹിനാം പാപകർഷണം തൃണചരാനുഗം ശ്രീനികേതനം പണിപണാർപ്പിതം തേ പദാംബുജം കൃണുകുജേഷുനാ കൃന്തിഹൃച്ഛയം. പ്രണതദേഹിനാം പാപകർഷണം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ മുഖാംബുജം കൃണകുചേഷുനാ കൃന്തിഹൃച്ഛയം. ഹരേ കൃഷ്ണ. തേ പദാംബുജം പദാംബുജം പ്രഭു, പദാംബുജം തേ പദാംബുജം പദാംബുജം മുഖാംബുജം. പദാംബുജം. പദാംബുജം പദാംബുജം. പ്രഭു മുഖാംബുജം പറഞ്ഞു, അതാണ്. അതെയോ? ആ, സോറി മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് അടിക്കാം. ജാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. പ്രണതദേഹിനാം പാപകർഷണം തൃണചരാനുഗം ശ്രീനികേതനം പണിപണാർപ്പിതം തേ പദാംബുജം കൃണുകുജേഷുനാ കൃന്തിഹൃച്ഛയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് സതി മാതാജി. ഹരേ കൃഷ്ണ. പ്രണതദേഹിനാം പാപകർഷണം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നഃ കൃന്തിഹൃച്ഛയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ഒരാളിവിടെ വായിച്ചോ. ആരാണ്? രാധിക മാതാജി. ഹരേ കൃഷ്ണ. പ്രണതദേഹിനാം പാപകർഷണം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ പദാംബുജം രണകുജേഷു കൃന്തിഹൃച്ഛയം. ഹരേ കൃഷ്ണ. അങ്ങയുടെ പാതാരവിന്ദങ്ങൾ അഭയം പ്രാപിക്കുന്ന ശരീരബദ്ധരായ ആത്മാക്കളുടെ എല്ലാ പൂർവ്വഭാവങ്ങളും നശിപ്പിക്കുന്നവയാണ്. നമ്മൾ പൂർവ്വജന്മത്തിൽ ആർജിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ പാതാരവിന്ദങ്ങൾ അഭയം പ്രാപിക്കുന്ന ഭക്തർക്ക്, അല്ലേ? അങ്ങയുടെ പാതാരവിന്ദം അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. പശുക്കളെ മേയിച്ച് നടക്കുന്ന ആ പാദങ്ങൾ ഐശ്വര്യ ദേവതയുടെ ശാശ്വതമായ വാസസ്ഥാനമാണ്. അപ്പം അങ്ങ് ഈ പശുക്കളെ മേയിച്ച് നടക്കുന്ന അങ്ങയുടെ പാതാരവിന്ദങ്ങൾ ഐശ്വര്യ ദേവത സദാ അങ്ങയുടെ പാദസേവ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലേ? കാര്യം നമുക്ക് വൈകുണ്ഠത്തിൽ കാണാം, ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദസേവനം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മഹാസർപ്പമായ കാളിയന്റെ ഫണങ്ങളിൽ നൃത്തം ചവിട്ടിയ ആ പാദങ്ങൾ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ കാമവികാരങ്ങളെ തകർത്ത് കളഞ്ഞു കഴിഞ്ഞാലും, അപ്പൊ അങ്ങയുടെ ആ പാദങ്ങൾ ഐശ്വര്യ ദേവതയുടെ വാസസ്ഥാനമാണ്. അതുപോലെ മഹാസർപ്പമായ കാളിയന്റെ വിഷം ഇറക്കി ഭഗവാൻ, അല്ലേ? മഹാസർപ്പമാണ് കാളിയൻ. കാളിയന്റെ ഗർവും ദമ്പും ഒക്കെയാണ്. അതുകൊണ്ട് കാളിയ ദർപ്പശമനമാണ്, അല്ലേ? അപ്പൊ കാളിയന്റെ ദർപ്പമാണ് ശ്രമിച്ചത്. കാളിയനെ വധിച്ചിട്ടില്ല. കാര്യം ഈ മഹാവിഷം ഉള്ളെന്നുള്ള അഹങ്കാരത്താൽ മതിച്ചു നടന്ന കാളിയന്റെ കാളിയന്റെ ദർപ്പം ശമിപ്പിച്ചു. അഹങ്കാരം ശമിപ്പിക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മഹാകാളിയ വിഷമായ ഈ പറയുന്ന കാമത്താൽ ഇങ്ങനെ ചേർന്ന ആ കാളകൂട വിഷം ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു. അപ്പത്തിന് അങ്ങ് ഞങ്ങളുടെ മാറിടത്തിൽ ചവിട്ടി അങ്ങ് കാളിയനെ എങ്ങനെ ആ മഹാവിഷം ഇറക്കിയോ ഞങ്ങളുടെ കാമമാകുന്ന വികാരങ്ങളെ
അങ്ങ് എന്താണ് അങ്ങ് നൃത്തം ചെയ്ത് അല്ലെങ്കിൽ അങ്ങയുടെ പാദ സ്പർശം ഏൽപ്പിച്ചിട്ട് അത് എടുത്തു കളഞ്ഞാലും അപ്പാട് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ കാമവികാരങ്ങളെ തകർത്ത് കളഞ്ഞാലും എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാളിയന്റെ ദർപ്പം അങ്ങ് എങ്ങനെ സമീപിച്ചോ അതേപോലെ തന്നെ ഞങ്ങളുടെ കാമവികാരങ്ങളെയും അങ്ങ് എടുത്തു കളഞ്ഞാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഈ ദുഃഖത്താൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഗോപികമാരുടെ ഈ ദുഃഖം കണ്ടിട്ട് സഹിക്കവയ്യാതെ രാധാറാണിയുടെ അടുത്തേക്ക് എല്ലാ ഗോപികമാരും ചെന്നു. അങ്ങനെ ഗോപികമാരെല്ലാം രാധാറാണിയുടെ അടുത്ത് ചെന്നപ്പോൾ രാധാറാണി കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുന്നു. കൃഷ്ണൻ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൃന്ദാദേവി പറയുന്നു, ഞാൻ അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ ചെന്ന് അവിടുന്ന് പിടിച്ചുകൊണ്ട് വരാം മധുരയിൽ പോയിട്ട്. കൃഷ്ണനെ പോയി മധുരയിൽ ചെന്ന് ഞാൻ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വൃന്ദാദേവി ചട്ടം കിട്ടിയപ്പോൾ വൃന്ദാദേവികളുടെ 2 തോഴിമാരോട് ഞാനിവിടെ വരാം, എനിക്ക് നിന്റെ ഈ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വൃന്ദാദേവിയും 2-3 തോഴിമാരോട് കൂടി മധുരയിലേക്ക് പോവുകയാണ്. അപ്പൊ രാധാറാണി പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, ഭഗവാൻ നിനക്കൊരു പത്രിക എഴുത്തുന്നിട്ടില്ല, ഞാൻ ഇപ്പോഴും നിന്റെ ദാസനായിരിക്കുമെന്ന്. ആ പത്രിക ഇങ്ങ് തരൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ പത്രിക കാണുമ്പം എന്താണ്, തീർച്ചയായിട്ടും ഭഗവാന് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. കാര്യം എന്താണ്, രാധാറാണി വിളിച്ചു കഴിഞ്ഞാൽ വന്നേ മതിയാവുള്ളൂ. അപ്പൊ അങ്ങനെ രാധാറാണി ആ പത്രിക എടുത്ത് കൊടുക്കുന്നു. ഭഗവാൻ എഴുതിയ കയ്യൊപ്പിട്ടിട്ടുണ്ടല്ലേ, ഞാൻ എപ്പോഴും നിന്റെ ദാസനായിരുന്നുള്ളൂ. അവര് മത്സരത്തിൽ തോൽപ്പിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാത് വെക്കുമ്പോൾ എപ്പോഴും ദാസനായിരിക്കും. അങ്ങനെ എപ്പോഴും രാധാറാണി ഭഗവാനെ തോൽപ്പിക്കും. ഭഗവാൻ തോറ്റു പോവാണ്. ഭഗവാൻ എന്താണ്, ഭക്തന്മാരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ്, സദാ തോറ്റു കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ ഭഗവാനെ തോൽപ്പിക്കാണ്ട് ഒരേ ഒരാൾക്ക് ഭഗവാൻ ഭക്തനെ മാത്രമേ ഭഗവാനെ പരാജയപ്പെടുത്താണ്, അപരാജിതനാണ്. പക്ഷെ ഭക്തന്റെ മുൻപിൽ ഭഗവാൻ സ്വയം പരാജിതനായിട്ട് നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ രാധാറാണിക്ക് ഒരു പത്രിക ഭഗവാൻ കൊടുത്തു, എഴുതി ഒപ്പിട്ടിട്ടല്ലേ, കൃഷ്ണൻ ഒപ്പ് അല്ലേ. എന്നാണ് കൊടുത്തത്, ഞാൻ നിന്റെ സദാദാസനായിരിക്കും. മത്സരത്തിൽ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, സാധാരണ കുട്ടികൾക്ക് ഏത്തിടുകയല്ലേ, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഏത്തിടുകയല്ലേ. ഇങ്ങനെ ഏത്തിടയിലും എല്ലാം കഴിഞ്ഞ് ഇത് ഒരു പത്രിക എഴുതി കൊടുത്തു, ഞാൻ സദാദാസനായിരിക്കും. അപ്പൊ പത്രിക മേടിച്ചുകൊണ്ട് വൃന്ദാദേവി പോവാണ്. അപ്പൊ സ്ത്രീകളൊക്കെ, അന്ന് വ്രജവാസികളുടെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കണ്ണിത്രയും മറയ്ക്കും, ഇങ്ങനെ മുടി ഇവിടെ ഷാൾ ഇട്ടിട്ട് ഇങ്ങനെ മുടിപാട് ഇട്ടിട്ട് മറയ്ക്കും. അപ്പൊ അവിടെ ചെന്നപ്പം സേവകരൊക്കെ പറയും, സേവകരോട് ചോദിക്കും, ഞങ്ങളുടെ കൃഷ്ണൻ എന്ത് ചെയ്യും ചോദിക്കും. ഭഗവാന്റെ അവിടുത്തെ കൃഷ്ണനോ, ഏത് കൃഷ്ണൻ, ഇവിടുത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹാരാജാവ് കൃഷ്ണനാണെന്ന് പറയും, മധുരയിലെ രാജാവ് കൃഷ്ണനാണ്, നിങ്ങൾ കൃഷ്ണൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാജാവ് കൃഷ്ണനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ വരാം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല, ഞങ്ങള് പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വഴിയെ തോന്നുന്നവരൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവരും പോകുന്നവരും ഒന്നും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ കാര്യം, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ മഹാരാജാവിനെ ഇവിടെ വരുത്തുന്ന പരിപാടി എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഈ 3 ഗോപികമാരോട് കൂടി അവിടെ കിടന്ന് രാധേ 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 എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ രാധേ രാധേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കപ്പുറത്തില്ല. ഭഗവാൻ അവിടെ നിന്ന് ചാടി ഓടി ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് 3 പേര് പറഞ്ഞു, നിങ്ങൾ നിർത്തൂ, എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മഹാരാജാവ് കൃഷ്ണനെ കാണാനാണ് വന്നത്. അപ്പോൾ തിരിച്ചൊന്ന് കളിയാക്കി, അത് വൃന്ദാദേവി തിരിച്ചൊന്ന് കളിയാക്കി, ഞങ്ങൾ ഇവിടുത്തെ മഹാരാജാവ് കൃഷ്ണനെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ, അങ്ങനെയാണ് മഹാരാജാവ് കൃഷ്ണൻ രാജധാനിയിലേക്ക് എഴുന്നള്ളിയാലും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോയി അവരോട് ഇരിക്കാനായിട്ട് പറയുന്നു. അവർ ഇരിക്കുന്നില്ല. അപ്പൊ ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയും, ഞങ്ങൾ ഈ മധുര എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ മധുര എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത, അവിടെ വന്നവരൊക്കെ തന്നെ മറന്നു പോകുന്നു, അവരാരാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. പിന്നെ ഭഗവാനെ ഒന്ന് കൊള്ളിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. മധുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ വൃന്ദാവനം എല്ലാം മറന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയല്ലേ. അപ്പോഴത്തേക്കിനും അങ്ങനെ വൃന്ദാദേവി ഒന്ന് കൊള്ളിച്ച് പറഞ്ഞു. അപ്പം ഭഗവാൻ പറയുന്നു, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് കാര്യം പറയൂ എന്ന്. ഇപ്പൊ ഭഗവാൻ തിരിച്ചു ഒരു തമാശയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്, വൃന്ദാവനത്തിലേക്ക്
ഇനി വൃന്ദാവനത്തിലേക്ക് എപ്പോഴാണ്? ഇപ്പം ഞങ്ങളുടെ കൂടെ വരണം. അതെനിക്ക് സാധ്യമല്ലല്ലോ, മറ്റ് പല കർത്തവ്യങ്ങളും എനിക്ക് നിറവേറ്റാനുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ പോരുക അസാധ്യമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഈ പത്രിക കണ്ടോ? ഈ പത്രിക നിങ്ങൾ വായിച്ചു നോക്കൂ. ഈ പത്രികയിൽ എഴുതിയിരിക്കുന്ന വാക്ക് നീ എഴുതിയത് സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വരണമെന്ന് പറയുന്നു. അപ്പോൾ ഇതാരാണ് നിങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ വൃന്ദാദേവി ഇതെടുത്ത് ഈ ദുപ്പട്ട എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു? ഇത് വൃന്ദാദേവിയാണ് വന്നിരിക്കുന്നത് മനസ്സിലായി. അങ്ങനെ ഭഗവാൻ പഠിച്ച പണി 18 നടത്തിയിട്ടാണ് ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരെ അവിടെ നിന്ന് ഒഴിവാക്കിയത്. അപ്പൊ ഭഗവാൻ വേറൊരു പ്രോമിസ് കൂടെ കൊടുത്തു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പോകില്ല, സദാ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ വിടുകയാണ്. അങ്ങനെ രാധാറാണിയുടെ അടുക്കൽ കൊടുക്കാനുള്ള ഉപദേശവും പത്രികയൊക്കെ എഴുതിയിട്ടാണ് ഭഗവാൻ കൊടുത്തു വിടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട്. അതിലെ മനോഹരമായ സംഭാഷണങ്ങളുണ്ട് ഭഗവാനും വൃന്ദാദേവിയും തമ്മിലുള്ള. അത് വളരെ തമാശ നിറഞ്ഞ സംഭാഷണങ്ങളാണ്. അത് എനിക്ക് എഴുതി വെക്കാണ്ട് പറ്റിയില്ല. ഇത് കുറച്ച് മുൻപേ ഞാൻ കേട്ടത്. ഹിന്ദിയിലായതുകൊണ്ട് എനിക്ക്, മലയാളത്തിലായിരുന്നു ഞാനത് ഓർത്തിരുന്ന് പറഞ്ഞേന്. ഹിന്ദിയിലായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. ഞാനത് ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടിട്ട്, പക്ഷെ എനിക്കിപ്പം നിങ്ങളോട് പറയാണ്ട് അറിയില്ല. അപ്പം നമുക്ക് ദാമോദര ലീല, അപ്പൊ ദാമോദരാഷ്ടകം നമ്മൾ ഇതുവരെ ചൊല്ലിയില്ല. അതുകൊണ്ട് ദാമോദരാഷ്ടകം കൂടി ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കുക. എല്ലാവരും ദാമോദരാഷ്ടം എടുക്കുക. അപ്പം ഞാൻ ആദ്യം ദാമോദരാഷ്ടകം അല്ല, ഓരോരോ 4 ലൈനും നമുക്ക് ഇതുപോലെ തന്നെ വായിച്ചു പോകാം. ആദ്യത്തെ 4 ലൈൻ ഞാൻ വായിക്കാം. അപ്പൊ ഓരോരുത്തരും ഞാൻ പറയുന്നവർ വായിക്കുക. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലുകലാദവമാനം പരാമൃഷ്ടമത്യന്തദോധൃതഗോപ്യാം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം രസൽകുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലുകലാദവമാനം പരാമൃഷ്ടമത്യന്തദോ നൃത്യഗോപ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയതി മാതാജി. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസൽകുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയുലോകലവന്ദമാനം പരാമൃഷ്ടമത്യന്തതോ ധൃത്യഗോപ്യ. ഹരേ കൃഷ്ണ. രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംഭോജയുഗ്മേന സാതംഗനേത്രം മുഹുശ്വാസകമ്പാത്രീരേഖാംഗകണ്ഡാ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം. സതി മാതാജി. ഹരേ കൃഷ്ണ. രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംഭോജയുഗ്മേന സാതംഗനേത്രം മുഹുശ്വാസകമ്പാത്രീരേഖാംഗകണ്ഠ സ്ഥിതഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം. കൃഷ്ണ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഞാൻ പറയാം. ശാശ്വതവും ജ്ഞാനസമ്പൂർണവും ആനന്ദപൂർണവുമായ രൂപത്തോടു കൂടിയവനും സ്രാവിന്റെ ആകൃതിയിലുള്ള ചലിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയവനും ദിവ്യധാമമായ ഗോകുലത്തിൽ മനോഹരമായി പ്രകാശിക്കുന്നവനുമായ ഉണ്ണികൃഷ്ണൻ തന്റെ അമ്മ കടഞ്ഞുകൊണ്ടിരിക്കുന്ന തൈർക്കലം ഉടച്ച് ഉറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വെണ്ണ മോഷ്ടിച്ച് കഴിച്ച കുറ്റത്താൽ അമ്മയെ ഭയന്ന് ഉരലിൽ നിന്നും വേഗത്തിൽ ഓടുകയായിരുന്നു. എന്നാൽ പിറകിൽ നിന്നും അതിവേഗം ഓടുകയായിരുന്ന യശോദാമാതാവ് ഉണ്ണികൃഷ്ണനെ പിടികൂടി. പരമപുരുഷനായ ആ ദാമോദരനെ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രണ്ടാമത്തേത്, യശോദാമാവിന്റെ കയ്യിലെ വടി കണ്ട് ഭയന്ന് തന്റെ താമരപ്പൂവിതളുകൾ പോലുള്ള 2 കരങ്ങളാലും കണ്ണുകൾ തിരുമ്മി കരയുകയാണ് ഉണ്ണികൃഷ്ണൻ. കരഞ്ഞുകൊണ്ട് അതിവേഗം ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരുന്നതിനാൽ ശംഖിൻ്റേതുപോലെ 3 വരകളാൽ അലങ്കൃതമായ കഴുത്തിൽ അണിഞ്ഞിരുന്ന മുത്തുമാലകൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരുന്നു. ഇപ്രകാരം കയറ ഏഹ്, അമ്മയുടെ കയറാലല്ലാതെ പ്രേമത്താൽ ബന്ധിപ്പിക്കപ്പെട്ട ദാമോദരന് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അടുത്തത് ഇതീദൃക്സുലീലാഭിരനന്ദകുണ്ടേ സ്വഘോഷം നിമജ്ഞന്തമാഖ്യാപയന്തം ത്വദീയേഷിതജ്ഞേഷു ഭക്തൈർജിതത്വം പുനഃ പ്രേമതസ്തം ശതാവൃത്തി വന്ദേ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. കൃഷ്ണ പ്രഭുജി, എന്റെ ബുക്ക് ഞാൻ എടുത്തിട്ടില്ല. മാതാജി കയ്യിലില്ല. കാണാതെ അറിയത്തില്ലേ? കുറച്ചൊക്കെ അറിയത്തുള്ളൂ. ഇനി രാധിക മാതാജി. ആനന്ദ കൊണ്ടേ പിന്നെന്തുവാണ് സ്വഘോഷം രാധിക മാതാജി. പഞ്ചം इति दृक्स्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तम् आख्यापयन्तम् त्वदीयेषितज्ञेषु भक्तैर्जितत्वं पुनः प्रेमतस्तं शतावृत्ति वन्दे. ഇപ്രകാരമുള്ള ബാല്യലീലകളാൽ ഉണ്ണികൃഷ്ണൻ ഗോകുലവാസികളെ പരമാനന്ദത്തിൽ ആറാടിക്കുന്നു. ഭയം, ആദരവ് ഇവയ്ക്കെല്ലാം ഉപരിയായ പരിശുദ്ധ പ്രേമഭക്തി ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ കീഴടക്കാനാവൂ എന്ന് ഭഗവാൻ തൻ്റെ ജ്ഞാനത്തിൽ ഒഴിയ ഭക്തന്മാർക്ക് വെളിവാക്കി കൊടുക്കുന്നു. അതിയായ പ്രേമത്തോടെ ഞാൻ വീണ്ടും ദാമോദരൻ നൂറുകണക്കിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ അടുത്തത് പരം ദേവമോക്ഷം ന മോക്ഷാവതിം വാ ന ജാന്യം വൃണേഹം വാരഷാദപീഹ ഇദം ദേവപൂർണാദ ഗോപാലബാലം സദാ മേ മനസ്യാവിരാസ്താം ഗി അന്യീം. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. പരം ദേവ മോക്ഷം ന മോക്ഷാവതീം വാ ന ചാന്യം വൃണേകം വരേശാലഭീഹ ഇദം ദേവപൂർണാഥ ഗോപാലബാലം സദാ മേ മനസ്സാ വിരസ്താംഗി വന്യേ. അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് എല്ലാ വിധത്തിലുള്ള വരങ്ങളും നൽകാൻ കഴിവുണ്ടെങ്കിലും ഞാൻ അങ്ങയോട് ബ്രഹ്മസായുജ്യമോ വൈകുണ്ഠപ്രാപ്തിയോ ഒന്നും തന്നെ പ്രാർത്ഥിക്കുന്നില്ല. വൃന്ദാവനത്തിലെ അങ്ങയുടെ ഈ ബാലഗോപാല രൂപം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്നുള്ള മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ മറ്റു വരങ്ങൾ കൊണ്ട് എന്തു പ്രയോജനം? അടുത്തത് ഇദന്തേ മുഖാംബോജമത്യന്ത നീലൈർ വ്രതം കുണ്ടലേ സ്നിഗ്ധരക്തൈശ്ച ഗോപ്യാ മുഹുശ്ചുംബിതം ബിംബരക്താദരം മേ മനസ്യാവിരാസ്താം അലം ലക്ഷലാഭ്യേ. അടുത്തത് സവിതാ മാതാജി. ഹരേ കൃഷ്ണ. ഇദം തേ മുഖം ഭോജമത്യന്ത നീലേ രുത്യം കുന്ദലേ സ്നിഗ്ധ തസ്യ ച ഗോപ്യാ മുഹുഞ്ചുംബിതം ബിംബരക്താദരം മേ മനസ്യാവിരാസ്താമലം ലക്ഷലാഭേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഇവിടുത്തെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലയോ ഭഗവാനെ, മൃദുവായ കറുത്ത അലകളോട് കൂടിയ മുടിയിൽ അലങ്കൃതമായ അങ്ങയുടെ മുഖാംബോജ യശോദാമാതാവിനാൽ വീണ്ടും വീണ്ടും ചുംബിക്കപ്പെടുന്നു. അങ്ങയുടെ അധരങ്ങൾ ബിംബപ്പഴം പോലെ ചുമന്നതാണ്. ഇപ്രകാരമുള്ള മനോഹരമായ അങ്ങയുടെ മുഖം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണമേ. ആയിരക്കണക്കിനുള്ള മറ്റ് അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? അടുത്തത് ആറാമത്തത് നമോ ദേവ ദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖജലാബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദീനം ബദാനോ ഗൃഹാണേശ മാമജ്ഞാമേദ്യക്ഷി ദൃശ്യാം. ഹരേ കൃഷ്ണ. അവിടെ ആരാ ഉള്ളത് ഇനി? എന്നാ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖജാലാപ്തിമഗ്നം കൃപാദൃഷ്ടി വൃഷ്ട്യാദിദീനം ബദാനു ഗ്രഹണേശമേ അജ്ഞം യേതി അക്ഷിദൃശ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇത് എത്രാമത്തെ മാതാജി വായിച്ചത്? നമോ ഏഴ് ദേവദാമോദര അല്ലേ? ആറ് ആറ് ആറ്. അപ്പൊ ആറാമത്തെ, അല്ലയോ പരമപുരുഷനായ ഭഗവാനെ, ഞാൻ അങ്ങയെ സാദരം പ്രണമിക്കുന്നു. അല്ലയോ ദാമോദര, അനന്ത വിഷ്ണു, അല്ലയോ പ്രഭു, എന്നിൽ സംപ്രീതനായാലും അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിഞ്ഞ് ദുഃഖങ്ങൾ നിറഞ്ഞ സംസാര സാഗരത്തിൽ അകപ്പെട്ട ഈ മൂടനെ ഉദ്ധരിച്ച് എൻ്റെ നേത്രങ്ങൾക്ക് ഗോചരനായാലും. അടുത്തത് 7. കുബേരാത്മജോ ബദ്ധാമൂർത്യൈവ യദ്വത് ത്വയാമോചിതൗ ഭക്തിഭാജൗ കൃതൗ ച തഥാ പ്രേമ ഭക്തിം സ്വകാമേ പ്രയച്ഛ നമോക്ഷേ ഗ്രഹോ മേ സ്ഥിതമോദരേഹാം. അത് ഗീതാ മാതാജി. മാതാജി ഇല്ല. ഓക്കെ, ഇനി ആരാണ്? സതി മാതാജി. ഹരേ കൃഷ്ണ. കുബേരാത്മജൗ ബദ്ധമൂർത്യൈവ യദ്വത് ത്വയാമോചിതൗ ഭക്തിഭാജൗ കൃതൗ ച തഥാ പ്രേമ ഭക്തിം സ്വകാമേ പ്രയച്ഛ നമോക്ഷേ ഗ്രഹോ മേ സ്ഥിതമോദരേഹാം. ഹരേ കൃഷ്ണ. അല്ലയോ ദാമോദര, മര ഉരുളിൽ ബന്ധിക്കപ്പെട്ട അങ്ങയുടെ ബാലരൂപത്തിൽ അങ്ങ് കുബേരപുത്രന്മാരായ നളകുബേരനെയും മണിഗിരിവനെയും നാരദമുനിയുടെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധ ഭക്തന്മാരാക്കി മാറ്റി. അതുപോലെ ദയവായി എനിക്കും അങ്ങയുടെ പ്രേമഭക്തി നൽകിയാലും മറ്റൊരു മുറ്റിയിലും എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. അടുത്തത്, നമസ്തേസ്തു ദാംനേ സ്ഫുരദീപ്തിദാംനേ ത്വദീയോദരായാദ വിശ്വസ്യ ദാംനേ നമോ രാധികായൈ ത്വദീയ പ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം. ഹരേ കൃഷ്ണ. നമുക്ക് രാധിക മാതാജി ചോദിക്കാം. ഹരേ കൃഷ്ണ. നമസ്തേസ്തു ദാംനേ സ്ഫുരദീപ്തിദാംനേ त्वदीयोदरयाथ विश्वस्य धाम्ने नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यं जयदम्. അല്ലയോ ദാമോദര, ഞാൻ അങ്ങയുടെ ഉദരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അത്യുജ്വലമായ ശോഭയോടുകൂടിയ കയറിന് എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സമസ്ത പ്രപഞ്ചങ്ങളുടെ ഇരിപ്പിടമായ അങ്ങയുടെ ഉദരത്തിനും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ ഏറ്റവും മികച്ച പ്രേമഭാജനമായ ശ്രീമതി രാധാറാണിക്കും ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അനന്തങ്ങളായ ലീലകളാടുന്ന പരമപുരുഷനായ അങ്ങേക്കും ഞാൻ എൻ്റെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണദ്വൈപായന വ്യാസന്റെ പത്മപുരാണത്തിൽ നിന്നുള്ള ഈ ഗീതം നാരദമുനിയും ശൗനകൃഷിയും തമ്മിലുള്ള ഒരു സംവാദത്തിൽ സത്യവ്രത മുനി അരുളി ചെയ്തതാണ്. ഇപ്പൊ ദാമോദരാഷ്ടക സത്യവ്രത മുനി അരുളി ചെയ്തതാണ്, പത്മപുരാണത്തിൽ നിന്നുള്ളതാണ്. അത് രണ്ടുപേരിൽ നിന്നുള്ള സംവാദമാണ്. നാരദമുനി ശൗനകൃഷിയും തമ്മിലുള്ള സംവാദത്തിൽ നിന്ന് ആണ് സത്യവ്രത മുനി ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഈ ദാമോദരാഷ്ടകം. ഹരേ കൃഷ്ണ. അപ്പം സംശയങ്ങളൊന്നും ഇല്ലായിരിക്കാൻ ആണ് സാധ്യത. ഉണ്ടെങ്കിലും എനിക്ക് അറിയില്ല. പ്രഭു, എനിക്കൊരു സംശയമുണ്ട് പ്രഭു. കൃഷ്ണ, എന്നല്ലോ ഗോപികമാര് എന്റെ ഭഗവാൻ അല്ല എന്റെ കൃഷ്ണനെ കണ്ടില്ല, എന്റെ കൃഷ്ണൻ ഞങ്ങളുടെയാന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് ലക്ഷ്മി ദേവി പറഞ്ഞു എന്റെ കൂടെ എന്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പോയി. ലക്ഷ്മി ദേവി അല്ല, രാധാറാണി. രാധാറാണി. അന്നേരം പിന്നെ നമ്മളും പോയി നമ്മുടെ ഭഗവാൻ അല്ലെ എന്റെ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ എങ്ങനെയായിരിക്കും അവസ്ഥ? നമ്മൾ ഭക്തരാകണം മാതാജി, അപ്പൊ മാതാജി ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗോപികമാരുടെ ഭക്തിയുടെ ലെവലിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവർക്ക് വിരഹ പ്രേമഭക്തി നൽകിയിട്ടല്ലേ പോയത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള PhD ലെവലിനേക്കാളും കൂടിയിട്ടുള്ള ഭക്തി നൽകിയിട്ടാണ് പോയത് ഭഗവാൻ. അതൊന്നുമില്ല അല്ലാതെ പ്രഭു. വെറുതെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പുറം തള്ളി ചവിട്ടി തള്ളിയിട്ട് പോയതല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഭഗവാൻ ഉദ്ധവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഭാഗവതത്തിൽ പറഞ്ഞ, നിങ്ങൾ മറന്നുപോയോ? ഭഗവാൻ ഉദ്ധവർ എന്താണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്? അങ്ങ് വ്രജയിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകരുത്, എനിക്ക് വാക്ക് തരണമെന്ന്. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഉദ്ധവർക്ക് വാക്ക് കൊടുത്തു, പൂർണ്ണമായിട്ട് വാക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച്
ഉദ്ധവരോട് പറഞ്ഞു കണ്ണടയ്ക്കാനായിട്ട് പറഞ്ഞു. കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഉദ്ധവർ നോക്കിയപ്പോൾ എന്താണ്, ആ വ്രജം മുഴുവൻ ഭഗവാന്റെ ഹൃദയത്തിൽ, ഗോപികമാരും എല്ലാവരും ഭഗവാന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്, കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു സമയവും ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയില്ല, വ്രജയിലും വ്രജയിലുള്ള ലീലകളൊന്നും തന്നെ. അപ്പം നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ അവരെ വിട്ടുപോയെന്നേ തോന്നുള്ളൂ. പക്ഷെ ഭഗവാൻ ഒരിക്കലും പിരിയില്ല. ഭഗവാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഭഗവാൻ നേരിട്ട് പറയുന്നതൊക്കെ ഭഗവാൻ പലതും ഞാൻ പറയുന്ന തത്വങ്ങളും അതൊന്നും ഭഗവാൻ പാലിക്കാറില്ല. കാര്യം ഇതിന്റെ എല്ലാം രചയിതാവ് ഭഗവാനാണ് അല്ലേ. റൂൾസ് റെഗുലേഷനൊക്കെ ചിലപ്പം ഭഗവാൻ പാലിക്കാതിരിക്കും. പക്ഷെ ഭഗവാൻ ഭക്തർക്ക് കൊടുത്ത വാക്കുകൾ ഭഗവാൻ ഒരിക്കലും പാലിക്കാതിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നമ്മള് ഗോപികമാരുടെ ഭാവത്തിലല്ലോ എൻ്റെ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത്. നമ്മള് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു എന്നാ പ്രഭു തന്നെ അടുത്ത വ്യാഴാഴ്ച? ഞാൻ അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ എൻ്റെ ലീവ് ഇതുവരെ പാസ്സായിട്ടുമില്ല. ഇങ്ങനെ അവർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര ദിവസത്തെ ലീവ് പ്രഭു? തിരിച്ചെന്ന് എത്ര ദിവസം ഉണ്ടാവും നാട്ടില്? നാട്ടില് മൊത്തത്തിൽ 15 ദിവസം. പ്രഭു എവിടെ ഇരിക്കും? ഗുരുവായൂരായിരിക്കും അല്ലെങ്കിൽ ഏറ്റുമാനൂരാ? ഗുരുവായൂർ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കല്യാണം ഉണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ വരുന്നത്. നവംബർ 2-ാം തീയതി, അന്ന് ഏകാദശി ദിവസമാണ്. അന്ന് തൊട്ട് 4 ദിവസം ഭീഷ്മപഞ്ചകമാണ്. അപ്പോൾ ഇപ്രാവശ്യം 5-ന് പകരം 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തിരിച്ച് ഗുരുവായൂർക്ക് വരണം എന്നാണ് വിചാരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ അടുക്കലിരുന്ന്. റിട്ടേൺ 8-ാം തീയതി പ്രഭു? 10-ാം തീയതിയോ? തിരിച്ചു പോകുന്നത് നവംബർ 10-ഓ? തിരിച്ചു പോകുന്നതോ? ആ, തിരിച്ചു പോകുന്നത് 10 അല്ല. ഒരു മിനിറ്റ്. നവംബർ 7-ന്. അപ്പൊ അതിന് മുമ്പേ പോകും അല്ലേ? നവംബർ 7-ന് പോകും. 7-ാം തീയതി. നവംബർ 7-ാം തീയതി വൈകുന്നേരം അവിടുന്ന് കയറണം. നവംബർ 8-ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. എല്ലാരും കൂടി മീറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ട്. എല്ലാവരും വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു സത്സംഗമൊക്കെ നടത്തിയിട്ട് പോകാം. അങ്ങനെയുണ്ട് എല്ലാവരും. എന്നാണ് എവിടെ വരണം പ്രഭു? ഗുരുവായൂരോ? അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ തന്നെയല്ലേ നല്ലത്. നമുക്ക് ഈ ഭീഷ്മപഞ്ചകം ഒക്കെയുള്ള സമയങ്ങളിൽ ഗുരുവായൂർ, അതും കാർത്തിക മാസം, അതല്ലേ നല്ലത് ആ സമയങ്ങളിൽ. കാര്യം പ്രത്യേകിച്ച് കഴിക്കാനോ യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല ദൂരേക്കൊന്നും. വ്രതം എടുത്തിരിക്കുന്ന കാരണം നമുക്ക് 4 ദിവസം അടുപ്പിച്ചെടുക്കേണ്ടതല്ലേ. അപ്പൊ എവിടെ വെച്ച് മീറ്റ് ചെയ്യാം? അമ്പലത്തിലോ? അമ്പലത്തിൽ നിന്നൊക്കെ പിന്നെ അവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വേണമെങ്കിൽ പോകാം. അവിടെയുള്ള നാലമ്പലമോ അങ്ങനെ എവിടെയൊക്കെയും. അങ്ങനെ എല്ലാരും വരുമോ? അപ്പൊ എങ്ങനെയാ? എല്ലാവർക്കും ഇഷ്ടമുണ്ടാ? എല്ലാവർക്കും വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണാമായിരുന്നു. അല്ല, എന്തായാലും ഏതാ എനിക്ക് ഇത്രയും ഡേറ്റ്? ദിവസമേ ഉള്ളൂ, ആകെ 15 ദിവസമേ ഉള്ളൂ. കറക്റ്റ് എന്നാ ഡേറ്റ് പറഞ്ഞില്ല. ഡേറ്റ് എന്റെ കസിന്റെ മോന്റെ കല്യാണമാണ് എനിക്ക് 7-ാം തീയതി. ആരുടെ? എന്റെ കസിൻ ബ്രദറിന്റെ മോന്റെ കല്യാണം. അതെയല്ലേ. എന്റെ പെങ്ങളുടെ മോന്റെ കല്യാണവും ഏകാദശിയുടെ അന്നാണ്. പ്രഭു ഞാൻ ലീവ് ചെയ്തോട്ടെ പ്രഭു, നീ മറ്റേ അവിടത്തേക്ക് വരണമല്ലോ. ഹരേ ആ കൃഷ്ണ. ശരി ശരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭു എന്നാണ് പിന്നെ ഗുരുവായൂർ ഇത് എന്നാണ് കൂടാൻ നിശ്ചയിച്ചത്? നിശ്ചയിച്ചില്ല മാതാജി. ഇപ്പം മാതാജി ചോദിച്ചതല്ലേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ട് എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട് പറയാ. ആലോചിച്ചിട്ട് പറഞ്ഞു. ഞാൻ പ്രഭു ഒരു ദിവസം പറയാം. അപ്പൊ വരാൻ സൗകര്യം എല്ലാരും മിക്കവരും എല്ലാരും വരുമായിരിക്കും പ്രഭുവിനെ കാണാനായിട്ട്. ഗുരുവായൂർ അമ്പലം കാണാനല്ലോ, ഗുരുവായൂരപ്പനെ തൊഴാമല്ലോ. ഹരേ അപ്പൊ കൃഷ്ണ. എല്ലാരും വരുമായിരിക്കും. ഇപ്പൊ ഞാൻ ഇന്നലെയാണ് ടിക്കറ്റ് എടുത്തത്. ഇതുവരെ ഇതുമല്ലാത്ത കാരണം എനിക്ക് ലീവ് അപ്രൂവും ചെയ്യാത്ത കാരണം ഇന്നലെ പിന്നെ ധൈര്യം സംഭരിച്ചങ്ങ് എടുക്കുകയായിരുന്നു. കാര്യം ടിക്കറ്റിന് ഒരുപാട് പൈസ കൂടി, നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് കുറേ പൈസ പോയി. അപ്പം അതുകൊണ്ട് ഇനിയും താമസിച്ചിരുന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ആകെ 4 ടിക്കറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ 3 ഞങ്ങളുടെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ നിങ്ങളങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 4 ദിവസം ഗുരുവായൂരപ്പൻ്റെ അടുക്കൽ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്, വ്രതമുള്ള ദിവസം. വ്രതമൊന്നുമില്ല പ്രഭു, വ്രതമൊന്നുമില്ല എന്നെ സംബന്ധിച്ച്. എന്നുവെച്ചാൽ മരുന്ന് കഴിക്കേണ്ട കൊണ്ട് വ്രതമായിട്ടിരിക്കാൻ പറ്റില്ല.
ഈ 4 ദിവസം അങ്ങനെ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. കാര്യം യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കാരണം അധികം യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവിടെ ഇരിക്കാം. അപ്പൊ ആ ദിവസങ്ങളിൽ ഏതായാലും 2-ാം തീയതി തൊട്ട് 2, 3, 4, 5 5-ാം തീയതി വരെ ഈ ദിവസങ്ങളിൽ എപ്പോഴേലും മീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് ഏതെങ്കിലും ദിവസം, അല്ലെങ്കിൽ അവിടെ ഗുരുവായൂർ ഭജന ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം. നാരായണീയവും അഷ്ടപദിയോ ഭാഗവതോ ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. സത്സംഗം ഏത് എടുക്കാമല്ലോ. ഡേറ്റ് പറഞ്ഞാലല്ലേ നമുക്ക് 3, പറ്റുപറ്റില്ലെന്ന് 4, അറിയാത്തുള്ളൂ. 5 2 മുതൽ 5 വരെ ഏത് ഡേറ്റും ആകാം. 2-ാം തീയതി 3 മുതൽ റെസ്റ്റ് 5 വരെ 3 ദിവസം അല്ല, ഉണ്ടല്ലേ പ്രഭു? 3, 4, 5 3 ഡേറ്റ് അല്ലേ? 3 അല്ല, ദിവസം. ആ ഡേറ്റിൽ പ്രഭു അവിടെ അവൈലബിൾ ആണ്. അതെ, അതെ. 2-ാം തീയതി കല്യാണമാണ്. അതുകൊണ്ട് 2-ാം തീയതി രാത്രിയിലേ ഞാൻ പുറപ്പെടുള്ളൂ. അപ്പം 3, 4, 5 3, 4, 5 ഓക്കെ. അത് കഴിഞ്ഞ് 7-ാം തീയതി എനിക്ക് പോരുകയും വേണം. 3, ഞങ്ങൾക്കൊക്കെ ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാ പ്രഭു. പെട്ടെന്ന് ട്രെയിനിന്റെ ടിക്കറ്റ് ഉം. ഞാൻ എടുത്തു മാതാജി വെച്ചിരിക്കുന്നത് ഉണ്ടായിരുന്നെ 5-ന് കുറച്ച് 5-ന് മാതാജി ഉണ്ടായ കുറച്ച് കീർത്തനങ്ങളൊക്കെ പാടി ഇരിക്കാമായിരുന്നു. നാളെ 5-ന് രാത്രി നാട്ടിലേക്ക് എടുത്തു വെച്ചിരിക്കും. കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ 5-ന് രാത്രി ടിക്കറ്റ് ഉണ്ട്. അതെ അല്ലേ? ഞാൻ നാട്ടിൽ അത് നിന്ന് മാറ്റി എടുത്താ കിട്ടും. നാട്ടിൽ നിന്ന് തിരിച്ചു പോരുവാണോ 5-ന്? നാട്ടില് തിരിച്ചിട്ട് 9-ാം തീയതി തിരിച്ചു വരുള്ളൂ. അത് 2-3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് പ്രഭു. പൂജയൊക്കെ ഉണ്ട്. അപ്പൊ മാതാജി 5-നാണ് അവിടെ നിന്ന് പോരുന്നല്ലേ, ബാംഗ്ലൂരിൽ നിന്ന്? ആ 5-ന് രാത്രി ടിക്കറ്റ് എടുത്തിരിക്കണം. അതും RAC-ന് ഇനിയും കൺഫേം ആയിട്ടില്ല. ആവുമെന്ന് വിചാരിച്ചിരിക്കുക. ഉം. നാലാം തീയതി ആണെങ്കിൽ ഞാൻ നോക്കാം. ട്രൈക്ക് വരണമെന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെ കൂടെ ഒരു സത്സംഗം വേണമെന്ന് ആഗ്രഹമുണ്ട് ഗുരുവായൂർ വെച്ചിട്ട്. 4-ാം തീയതി 3-ാം തീയതി രാത്രി പുറപ്പെട്ട് 4-ാം തീയതി എത്തും. ഉം. ടിക്കറ്റ് കിട്ടണമല്ലോ, അതല്ലേ കഷ്ടം. അതെ അതെ അതെ. അല്ലെങ്കിൽ 4-ാം തീയതി മോർണിംഗ് ട്രെയിനിൽ ചിലപ്പോ കിട്ടും, ഇന്റർസിറ്റിയില്. എനിക്ക് 30-ാം തീയതി ഗുരുവായൂർ പോകണം പ്രഭു. ഒരു അഹസിന് കൊടുത്തിട്ടുണ്ട് 30-ാം തീയതിക്ക്. മിനിഞ്ഞാന്ന് ഞാൻ ഗുരുവായൂർ പോയിരുന്നു. അപ്പൊ 30-ാം തീയതിക്ക് ഒരു അഹസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അതിന് പ്രസാദം മേടിക്കാൻ പോകേണ്ടി വരും. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ 3-ാം തീയതി വീണ്ടും വരും. 3-ാം തീയതി 4-ാം തീയതി പിന്നെയും വരും. അത് മേടിച്ചിട്ട് അവിടെ നിന്നോ, അത് കഴിഞ്ഞിട്ട് വന്നാ മതി. 30-ാം തീയതി മുതൽ 3 ദിവസാ. പിന്നെ വേണ്ടല്ലേ, വേണ്ടൊക്കെ നിൽക്കേ. ആരെങ്കിലും കൂട്ടുണ്ടെങ്കിലൊക്കെ നിന്നേനെ മാതാജി. ഒറ്റയ്ക്ക് കഴിക്കേണ്ട ഒരു വിഷമം. അതൊക്കെ അവിടെ ചെല്ലുമ്പോ കിട്ടും. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ. നമ്മളങ്ങനെ നോക്കണ്ട, ഒറ്റയ്ക്കങ്ങ് പോകും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു പരിക്രമണമൊക്കെ നടത്തുന്നതാണ്. ഇപ്രാവശ്യം പിന്നെ അതൊന്നും ഉണ്ടായില്ല പ്രഭുവിന്റെ. അതെ, ഞാൻ ആർക്കും വരേണ്ട സമയമില്ലല്ലോ, അത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം എത്ര പേരുണ്ട്? മാതാജിയൊക്കെ 1-2 പേര് വന്നല്ലേ ഉള്ളൂ. ദേവി മാതാജിയും മാതാജിയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതുവരെ കഴിഞ്ഞ ഇപ്പം ഗുരുവായൂർ പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ, പോയപ്പോഴാണ് ഇതിന് പോയിരുന്നല്ലോ, അഷ്ടമി രോഹിണി. എനിക്ക് അന്നേരം പറഞ്ഞു അവിടെ പിന്നെ ഈ ഭഗവാൻ മോഹിനി രൂപത്തിൽ ഉള്ള ഒരു അമ്പലമുണ്ട്. എവിടാന്ന് അറിയത്തില്ല, ഇത് അവിടെ ഉണ്ട്. മോഹിനി രൂപത്തിലുള്ള അമ്പലം ഗുരുവായൂരിന്റെ അടുത്ത് തന്നെ മാതാജി. അത്ര ദൂരം പോയിട്ടുണ്ടോ? പോയി. ആ പേര് പറയൂ, അവിടുത്തെ ഏതമ്പലം അത്? അത് എനിക്ക് അമ്പലത്തിന്റെ പേര്, പക്ഷെ മോഹിനി രൂപത്തിലുള്ള അമ്പലത്തിൽ പോയി ഞങ്ങൾ. ഒരു പോണോന്ന് പറഞ്ഞു ഒരാൾ. അപ്പൊ നമ്മൾ നോക്കിയപ്പോ നമുക്ക് അറിയുന്നില്ല അമ്പലം. അത് ഓട്ടോക്കാര് പറഞ്ഞ് കൊണ്ടുപോവാം. ഓട്ടോക്കാർക്കൊക്കെ അറിയും. മോഹിനി രൂപത്തിലുള്ള അമ്പലം, മോഹിനി രൂപത്തിൽ വന്ന ഭഗവാന്റെ മോഹിനി രൂപം അവിടെ അമ്പലമാണ്. പഴയ പുരാവസ്തുക്കാരെ എടുത്തിരിക്കുക. അത് നല്ല പഴയ അമ്പലങ്ങളാ. പ്രഭുജി, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? എനിക്കൊരു സംശയം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു പ്രഭു, എനിക്ക് ഞാൻ ഈ നരസിംഹ കവചം ചൊല്ലിയപ്പോ എന്നോട് പറഞ്ഞില്ലേ 30-ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലില്ല എന്ന് പറഞ്ഞില്ലേ? അത് ലക്ഷ്മി ദേവി അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞില്ലേ പ്രഭു എനിക്ക് എന്നോട്? കിമത്ര ബഹുനോക്തേന നരസിംഹ സദൃശോഭവ. എന്താ പ്രഭു നമ്മൾ ചൊല്ലാൻ പാടില്ല എന്ന് പറയാൻ എന്താ അത്? അത് മാത്രം നമ്മൾ ചെല്ലാണ്ട് പ്യൂരിഫൈഡ് അല്ലാത്തത് കൊണ്ട് ലക്ഷ്മി ദേവിക്ക് മാത്രമേ അത് ചെല്ലാൻ. അത് ഗുരുപ്രഭു അടക്കം പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടല്ല. അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്യൂരിഫൈഡ് അല്ല ആ ഒരു ശ്ലോകം ചെല്ലാൻ എന്നാണ് പറയുന്നത്. നമ്മൾ അത്രയും പ്യൂരിഫൈഡ് അല്ല.
എക്സോൾട്ടഡ് സോൾസുകാർക്കൊക്കെ ചെല്ലാം. നമ്മൾ അത്ര ഉയർന്ന നിലയിലുള്ളവരാണെങ്കിൽ ചെല്ലാം എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം പ്രഭുവിന് അറിയാമോ? നോക്കാണ്ട് ഇപ്പൊ അറിയാൻ പറ്റൂല അല്ലേ? ഇല്ല അറിയില്ല. എന്താണെന്നറിയോ, ഞാനിപ്പോ ക്ലാസ്സിൽ പറഞ്ഞേ നമ്മൾ നരസിംഹവചനം ചൊല്ലും. അപ്പൊ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജയേഷ് പ്രഭു ഒരിക്കൽ പറഞ്ഞു, ഒരു 30ാമത്തെ ശ്ലോകം ചെല്ലാൻ പാടില്ല എന്നാ കേട്ടാക്കണ. അതുകൊണ്ട് ഞാനിക്കും അറിയില്ലല്ലോ. അപ്പൊ പ്രഭു പറഞ്ഞപ്പോഴെ മനസ്സിലായപ്പോ സിബി മാതാജി പറഞ്ഞു, മുരളി പ്രഭുവിന്റെ വൈഫ് പറഞ്ഞില്ല ചൊല്ലാം, അത് ചൊല്ലണമെന്ന് മസ്റ്റായിട്ട് ചൊല്ലണമെന്ന് പറഞ്ഞു. ചിലര് ചൊല്ലൂലായിരിക്കും, പക്ഷെ അവരൊക്കെ ചൊല്ലും. മുരളി പ്രഭുവിന്റെ ഭാര്യ ചൊല്ലാൻ പറഞ്ഞു എന്ന് പറയുന്നു. അല്ല അങ്ങനെയല്ല രാധി മാതാജി പറഞ്ഞ. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ ഗുരുപ്രഭു നമ്മളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിസിലാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഞാൻ ആരോട് ചോദിച്ചു, ഇവരൊക്കെ ചൊല്ലാറുണ്ട്, അവരൊന്നും ചൊല്ലണ്ട പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കുന്നതിൻ്റെ അകത്ത് അതുണ്ട്. ആ ഇതിമത്ര ബഹുനോക്തൻ എന്നൊക്കെയുള്ള അതുണ്ട്. യൂട്യൂബിൽ കേൾക്കുന്ന ഏത് നരസിംഹവചനം കേട്ടാലും അതിലൊക്കെ ഉണ്ട് അത്. ഓക്കെ. ഞാൻ പ്രഭുവിന്റെ കഴിഞ്ഞ മാസം ചോദിച്ചു, ചൊല്ലണോ ചൊല്ലണ്ടത് കൺഫ്യൂഷൻ. നമുക്കറിയൂലേ ചൊല്ലിയാ തെറ്റാണോ ചൊല്ലിയിലേക്ക് തെറ്റാണോ എന്നൊക്കെ അറിയാൻ പാടില്ല. ഞാൻ അത് അന്ന് മുതലേ ചൊല്ലാറില്ല. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കൃഷ്ണചൈതന്യ കൃപാദാസ് പ്രഭുവിന്റെ കൂടെയാണ് കുറച്ചാള്. അപ്പൊ അദ്ദേഹം ചെല്ലാത്തത് കൊണ്ട് ഞാൻ സംശയം ചോദിച്ചു. അപ്പൊ അദ്ദേഹം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞില്ല, ഇത് നമ്മളാരും ചൊല്ലാറില്ല, സംശയം ഗുരുപ്രഭുവിനോട് ചോദിച്ചോളാം. അങ്ങനെ ഗുരുപ്രഭുവിനോട് ചോദിച്ചു. ഗുരുപ്രഭു ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ആരോടോ ചോദിച്ചു, അവരും ഇത് തന്നെ പറഞ്ഞു, നമ്മളത് ചെല്ലാണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ക്ലാസ്സിൽ തന്നെ വേറൊരു മാതാജി പറഞ്ഞു കേട്ടോ, ഖത്തറിൽ തന്നെയുള്ള വേറൊരു മാതാജി പറഞ്ഞു, ഇല്ല എനിക്ക് അവർക്ക് കിട്ടിയ ഈ സ്കോണിൽ നിന്ന് കൊടുത്ത് പ്രിന്റ് കൊടുക്കുമല്ലോ ഇതിന്റെ, അപ്പൊ അതിൽ ഈ ലൈനേ ഇല്ല, ചൊല്ലണ്ടെന്നല്ല, ലൈനേ ഇല്ല അവരുടെ അടുത്ത്. പ്രീത മാതാജി അറിയും പ്രഭുവിന്, പ്രീത മാതാജി അറിയും. അറിയോ പ്രീത മാതാജി? അറിയോ? അറിയും. പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നില്ലേ? അതെ. ആ പ്രീത മാതാജിയെ പറഞ്ഞപ്പോ അവർക്ക് കൊടുത്തേക്കണ പ്രിന്റില് ആ ലൈനേ ഇല്ല, 2 ലൈനും ഇല്ല, 4 ലൈൻസ്. സിബി മാതാജി പറയണ്ട ചൊല്ലണോന്ന് പറയണ്ട. അത് അതുപോലെ തന്നെ പ്രഭു ഗായത്രി ചൊല്ലരുതെന്ന് പറയും. ഗായത്രി നമുക്ക് സാധാരണക്കാർക്ക് ചൊല്ലരുതെന്ന് പറയും. പക്ഷെ എല്ലാവർക്കും ചൊല്ലുന്നുണ്ട് ഗായത്രി മന്ത്രം. ഗായത്രി ഒരു ഗുരു ഉപദേശിച്ചിട്ട് വേണം മാതാജി ചൊല്ലാനായിട്ട്. ചൊല്ലണം. അതുപോലെ തന്നെ ബ്രഹ്മണ്യ ദീക്ഷ വരെ എടുത്തവർക്ക് അത് ചൊല്ലാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. ബ്രാഹ്മണ ദീക്ഷ എടുക്കുന്നവർക്ക് ഗായത്രിയാണ് ഗുരു ഉപദേശിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഈ ഇസ്കോണിലല്ലാത്തവര് കൊച്ചു പിള്ളേർ പോലെ ഇരുന്ന് ചെല്ലുന്നുണ്ട്. ശരിയോ തെറ്റോ എന്ന് അറിയാൻ വയ്യ. ഞാൻ കാണുന്ന ദിവസവും നമ്മുടെ ഇവിടെ ഒരു മതപാഠശാലയുണ്ട്, അവിടെ കുട്ടികളൊക്കെ ഇരുന്ന് ചെല്ലുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നു ചെല്ലുന്നുണ്ട്. അക്ഷരത്തെറ്റുമുണ്ട്. പാടില്ലത്. നമ്മൾ അത് ചെല്ലാനായിട്ട് നമ്മൾക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കൊരു ഗുരു യോഗ്യതയുള്ള ഒരാൾ നമുക്ക് ഉപദേശിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് ചൊല്ലാം. നമ്മുടെ ഇവിടുത്തെ ഗംഗാനാഥ് പ്രഭു അത് ചൊല്ലരുതെന്ന് പറഞ്ഞതിന് വേറൊരു ഇതിനകത്തുള്ളതല്ല, ഇസ്കോണിലുള്ളതല്ല, വേറെ നല്ല ഇതാ. അദ്ദേഹം വാഴൂരൊക്കെ ആശ്രമത്തിലൊക്കെ പോകുന്ന വലിയ ഗുരുവാ. അദ്ദേഹം പിന്നെ വന്നിട്ടില്ല, പിണങ്ങിപ്പോയി. ഞാൻ പഠിച്ചിരിക്കുന്നത് ചൊല്ലണമെന്നാ, അതുകൊണ്ട് അങ്ങനെ ഇത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്നും പറഞ്ഞു പോയി. അങ്ങനെയുണ്ട് ആൾക്കാർ, നമുക്ക് അറിഞ്ഞൂടെ. കൃപാസന്ധി വൈഷ്ണവ കൃഷ്ണ കൃഷ്ണ.